Good morning. Good morning, Miss. Good morning. Breakfast ഒക്കെ കഴിഞ്ഞോ മിസ്? കഴിഞ്ഞു. മഴയുണ്ടോ അവിടെ? ഇല്ല മിസ്, ഇവിടെ മഴയില്ല. അവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്, ഇവിടെ നല്ല മഴയുണ്ട്. ഓക്കെ. എന്താണ് ക്ലാസ്സിൽ കുട്ടികളൊക്കെ കുറവാണല്ലോ, എന്ത് പറ്റി? ബോറടിച്ച് തുടങ്ങിയോ ക്ലാസ്? അതാണോ? 2 മിനിറ്റ് കൂടെ വെയിറ്റ് ചെയ്യാം കേട്ടോ. വിസ്മയ ഹോസ്പിറ്റലിൽ പോയി. ഓക്കെ, വിസ്മയ്ക്ക് എന്ത് പറ്റി? മോന് പനിയില്ലേ? ഓക്കെ ഓക്കെ. തുടങ്ങാം. അപ്പൊ നമുക്ക് ക്ലാസ് സ്റ്റാർട്ട് ചെയ്യാം. ശരി, ബാക്കിയുള്ളവരെ ജോയിൻ ചെയ്യട്ടെ. അധികം പേരില്ല നമ്മുടെ ക്ലാസ്സില്. സ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ശരി. അപ്പോ നമ്മള് കഴിഞ്ഞ ക്ലാസ്സിൽ ഇനിയുള്ള പഠിക്കുന്ന ഭാഗങ്ങളൊക്കെ എളുപ്പമുള്ള ഭാഗങ്ങളാണ് കേട്ടോ. നമുക്ക് വേഗം വേഗം പറഞ്ഞു പോകാനായിട്ട് പറ്റുന്ന കാര്യങ്ങളാണ്. അപ്പോ കഴിഞ്ഞ ദിവസം നമ്മൾ ക്ലാസ്സിൽ പറഞ്ഞ് ലാസ്റ്റ് അവസാനിപ്പിച്ചിട്ട് പർച്ചേസ് ഓർഡർ ആണ് കേട്ടോ. അത് കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിന്റെ ഒരു പാരഗ്രാഫ് മാത്രമാണ് നമ്മൾ വായിച്ചിട്ടുള്ളത്. പർച്ചേസ് ഓർഡർ അല്ലേ? ഓക്കെ, പർച്ചേസ് ഓർഡർ PO എന്നാണ് നമ്മൾ ഷോർട്ട് ആക്കിയിട്ട് ഡിനോട്ട് ചെയ്യുന്നത് കേട്ടോ. എന്താണ് പർച്ചേസ് ഓർഡർ എന്നുള്ളത്? നമ്മൾ ഓൾറെഡി ഡിപ്ലോമയിൽ പഠിച്ചിട്ടുള്ളതാണ്. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഒരു ബയർ അല്ലെ, ഒരു ബയർ ഒരു സെല്ലറിനോട് സാധനങ്ങളും സേവനങ്ങളും ഒക്കെ ആവശ്യപ്പെട്ടുകൊണ്ട് കൊടുക്കുന്ന ഒരു എന്താണ്, ഒരു ഫോർമൽ ഡോക്യുമെന്റ് ആണ് അല്ലെ. അതായത് ഒരു ഔദ്യോഗിക രേഖയാണ് എന്തെന്ന് പറയുന്നത്, പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. അതെ, അതായത് ഒരു ബയർ അവർക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും ഒക്കെ അല്ലെ ആവശ്യപ്പെട്ടുകൊണ്ട് സെല്ലർക്ക് നൽകുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് എന്തെന്ന് പറയുന്നത്, പർച്ചേസ് ഓർഡർ അല്ലെ. ഓക്കെ, പിന്നെ നമ്മൾ പറഞ്ഞ കാര്യം എന്തായിരുന്നു? പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ അതൊരു ലീഗലി ബൈൻഡിങ് കോൺട്രാക്ട് ആണെന്ന് പറഞ്ഞു അല്ലെ. എന്തുകൊണ്ടാണ് ഇതൊരു ലീഗലി ബൈൻഡിങ് കോൺട്രാക്ട് എന്ന് പറയാൻ കാരണം? ഒരു പർച്ചേസ് ഓർഡർ അംഗീകരിച്ചു കഴിഞ്ഞാല് പിന്നീട് അതൊരു നിയമപരമായിട്ടുള്ള കരാറായിട്ട് മാറുകയാണ്. കാര്യം എന്താണ്? ആ ഒരു പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ള സാധനങ്ങളും സേവനങ്ങളും വാങ്ങിക്കൊള്ളാമെന്ന്, അതിന് വേണ്ടി വരുന്ന പണം ബയർ നൽകിക്കൊള്ളാമെന്ന് ഉറപ്പ് നൽകുന്ന ഒരു ഡോക്യുമെന്റ് ആണ്, അല്ലെങ്കിൽ ഒരു ലീഗൽ ആയിട്ടുള്ള ഒരു കോൺട്രാക്ട് ആയിട്ട് ഇത് മാറുകയാണ്, പർച്ചേസ് ഓർഡർ മാറുകയാണ് അല്ലെ. നമ്മൾ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ. പർച്ചേസ് ഓർഡറിന്റെ ഒരു ലീഗലി ബൈൻഡിങ് കോൺട്രാക്ട് ആയിട്ടാണ് നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതിൽ പറയുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും അല്ലെ, അതിന്റെ പണം, അതിന്റെ വാല്യൂ അല്ലെ, അത് വാങ്ങുന്നയാള് ബയർ കൊടുക്കാം എന്നുള്ള ഒരു ഉറപ്പ് നൽകുന്ന രേഖയാണെന്ന് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് അല്ലെ. പിന്നെ നമ്മൾ പഠിച്ച കാര്യം എന്താണ്? പർച്ചേസ് ഓർഡർ ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്? സെല്ലർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. വിൽപ്പനക്കാരന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. കാര്യം എന്താണ്? സെല്ലർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട് അല്ലെ. അപ്പൊ വാങ്ങുന്നയാള് പൈസ കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കില്, പണം കൊടുത്തിട്ടില്ല എന്നുണ്ടെങ്കില് സെല്ലർക്ക് അതൊരു എന്തായിട്ട് ഉപയോഗിക്കാം? ഒരു എവിഡൻസ് ആയിട്ട്, ഒരു തെളിവായിട്ട് സെല്ലർക്ക് അത് ഉപയോഗിക്കാനായിട്ട് സാധിക്കും. ആ ഒരു അർത്ഥത്തിൽ സെല്ലറിന് അത് എന്താണ്? ഒരു സുരക്ഷ ഉറപ്പാക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ. കാര്യം അവർ കൊടുത്തു, സാധനങ്ങൾ കൊടുത്തു, ബയർ പൈസ കൊടുത്തില്ല, എലിമെന്റ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന സെല്ലർക്ക് ഈ ഒരു പർച്ചേസ് ഓർഡർ ഒരു തെളിവായിട്ട് അവർക്ക് അവിടെ ഉപയോഗിക്കാവുന്നതാണ് അല്ലെ. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞു നിർത്തിയത് കേട്ടോ. ഓക്കെ, അവിടെ വരെയുള്ള ഭാഗങ്ങളൊക്കെ എല്ലാവരും വായിച്ചു നോക്കിയോ? അതുപോലെ വിൻ വിൻ നെഗോഷിയേഷൻ നമുക്ക് എങ്ങനെ ഉണ്ടാക്കാം അല്ലെ, അതിന്റെ കുറച്ച് ഘട്ടങ്ങൾ സ്റ്റെപ്സ് പഠിച്ചു, അതിന്റെ ടിപ്സ് പഠിച്ചു, പർച്ചേസ് ഓർഡർ നമ്മൾ തുടങ്ങി വെച്ചു കേട്ടോ. ഓക്കെ ഓക്കെ, ഇനി നമുക്ക് സെക്കൻഡ് പാരഗ്രാഫിലോട്ട് കടക്കാം കേട്ടോ.
സെക്കൻഡ് പാരഗ്രാഫിൽ നമ്മൾ പറയുന്നത് പർച്ചേസ് ഓർഡർ കൺഫർമേഷനെ പറ്റിയിട്ടാണ്. എന്താണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ? ചെറിയൊരു വാക്യത്തിൽ വ്യത്യാസമുള്ളൂ കേട്ടോ. എന്താണ് ഈ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ? വായിക്കാം കേട്ടോ. ഇഫ് യു ആർ എ ബയർ you should request a purchase order confirmation. Underline ചെയ്യാം കേട്ടോ. എന്താണ് purchase order confirmation for each order that you submit. ഇപ്പൊ നിങ്ങൾ ഒരു ബയ്യർ ആണെന്നിരിക്കട്ടെ, നിങ്ങൾ വാങ്ങുന്നയാളാണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഓർഡറിനും എന്ത് ചെയ്യും? ഒരു കൺഫർമേഷൻ, ഒരു സ്ഥിരീകരണം നിങ്ങൾ ആരിൽ നിന്നും ചോദിച്ചു വാങ്ങണം? നമ്മുടെ സെല്ലറിൽ നിന്നും ചോദിച്ചു വാങ്ങണം. ഇപ്പൊ ബയ്യർ ആണല്ലോ പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ബയ്യർ ആണ് അല്ലെ? അപ്പൊ നിങ്ങളൊരു ബയ്യർ ആണെങ്കിൽ നിങ്ങൾ കൊടുക്കുന്ന ഓരോ ഓർഡറിനും ഒരു കൺഫർമേഷൻ ആരിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങണം? സെല്ലറിൽ നിന്ന് നമ്മൾ ചോദിച്ചു വാങ്ങണം അല്ലെ? എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു കൺഫർമേഷൻ അതിൽ നിന്ന് വാങ്ങുന്നതിന്റെ പർപ്പസ് എന്താണ് നോക്കിയേ. ദിസ് കൺഫർമേഷൻ ഇൻഡിക്കേറ്റ്സ് that the seller has received and accepted the order. അണ്ടർലൈൻ ചെയ്യാം. എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ വാങ്ങുന്നത് അവരിൽ നിന്ന്? അതായത് നമ്മൾ ബയ്യർ കൊടുത്തിട്ടുള്ള പർച്ചേസ് ഓർഡർ സെല്ലറിന് ലഭിച്ചിട്ടുണ്ടെന്നും അത് ആ ഒരു പർച്ചേസ് ഓർഡർ അവരെ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് ആ ഒരു കൺഫർമേഷൻ നമ്മൾ വാങ്ങുന്നത് അല്ലെ? നമ്മളുടെ പർച്ചേസ് ഓർഡർ കൊടുത്തു, നമുക്കൊരു ഇൻഫർമേഷൻ കിട്ടണ്ടേ? അവരത് കൈപ്പറ്റിയോ, അവരത് ഓക്കെ ആണോ, സെല്ലർ ഓക്കെ ആണോ എന്ന് നമുക്കറിയണം. അതറിയണമെങ്കിൽ എന്ത് വേണം? അവരുടെ നമ്മൾ കൺഫർമേഷൻ ചോദിച്ചു വാങ്ങണം അല്ലെ? അങ്ങനെയുള്ള കൺഫർമേഷന്റെ പർപ്പസ് ഒക്കെ എന്താണ്? ആ ഒരു സെല്ലർ ആ പർച്ചേസ് ഓർഡർ ലഭിച്ചിട്ടുണ്ടെന്നും അവർ ആ ഓർഡർ അംഗീകരിച്ചിട്ടുണ്ടെന്നും ഉറപ്പ് വരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു കൺഫർമേഷൻ വാങ്ങുന്നത് കേട്ടോ. അതിനെയാണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. അപ്പൊ അതിന് നിങ്ങൾ ഇങ്ങനെ ചിന്തിക്കാം, ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ അപ്പൊ ആരാണ് കൊടുക്കുന്നത്? സെല്ലർ ആണ് കേട്ടോ. പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത് ബയ്യർ ആണ്. പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആരാണ് ക്രിയേറ്റ് ചെയ്യുന്നത്? അത് സെല്ലർ ആണ്. ഓക്കെ. പിന്നെ അടുത്തത് എന്താണ്? The purchase order confirmation gives the buyer protection. If the seller fails to produce the items as ordered or charges a different sum than what's included on the purchase order. അതായത് ഒരു പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്? ആർക്കാണ് അത് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ബയ്യർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. നമ്മൾ തൊട്ട് മുമ്പ് പർച്ചേസ് ഓർഡർ പഠിച്ചപ്പോ നമ്മൾ എന്താ പർച്ചേസ് ഓർഡർ ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? സെല്ലർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ന് നമ്മൾ പറഞ്ഞു. പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? ബയ്യർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. കാര്യം എന്താണ്? ഈ പറയുന്ന സെല്ലർ കൃത്യസമയത്ത് സാധനങ്ങൾ എത്തിക്കുന്നതിൽ പരാജയപ്പെട്ട് കഴിഞ്ഞാൽ ബയ്യർക്ക് എന്ത് ചെയ്യാം? ഇതൊരു തെളിവായിട്ട് ഉപയോഗിക്കാം. അത് മാത്രമല്ല, ആ ഒരു കോൺട്രാക്റ്റിൽ പറഞ്ഞതിനേക്കാളും ഒരു കൂടുതൽ ചാർജസ് അവർ ഈടാക്കുന്നുണ്ടെങ്കിലും ഈ ഒരു ബയ്യർക്ക് ഇതൊരു തെളിവായിട്ട് ഉപയോഗിക്കാം. ഒരു കോൺട്രാക്റ്റിൽ ഏർപ്പെട്ടിട്ടാണല്ലോ നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നത്. അപ്പൊ കോൺട്രാക്റ്റിൽ ഇത്രയൊക്കെ വരെയാണെന്ന് പറഞ്ഞത്, പക്ഷെ ആ കോൺട്രാക്റ്റിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പൊ ഒരു അധിക ചാർജ് എന്നാലും ഈ സെല്ലർ നമ്മളിൽ നിന്ന് ഈടാക്കുകയാണെങ്കിൽ അപ്പൊ ബയ്യർക്ക് എന്ത് ചെയ്യാം? ഇതൊരു തെളിവായിട്ട് ഉപയോഗിക്കാം. അപ്പോ ഓർത്ത് വെക്കേണ്ട കാര്യങ്ങൾ ഇതൊക്കെയാണ്. പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തത് ബയ്യർ ആണ്. പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ കൊടുക്കുന്നത് സെല്ലർ ആണ്. പർച്ചേസ് ഓർഡർ സെല്ലർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുമ്പോൾ പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത് ആർക്കാണ്? ബയ്യർക്കാണ്. ഓക്കെ. പിന്നെ എന്താണ് ഇതിന്റെ പർപ്പസ്? എന്താണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷന്റെ പർപ്പസ്? അതായത് സെല്ലർ ആ പർച്ചേസ് ഓർഡർ ബയ്യർ കൊടുക്കുന്ന പർച്ചേസ് ഓർഡർ സെല്ലറിന് ലഭിച്ചിട്ടുണ്ടെന്നും അത് അംഗീകരിച്ചിട്ടുണ്ടെന്നും ഉറപ്പ് വരുത്തുന്നതിനായിട്ട് നമ്മൾ ചോദിച്ചു വാങ്ങുന്ന ഒന്നാണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ. ഇത്രയും മാത്രമാണ് മനസ്സിലാക്കുന്നത്. ഓക്കെ. ക്ലിയർ ആണോ? പറഞ്ഞ കാര്യങ്ങൾ ക്ലിയർ ആണോ? ഇതിന് പലതരത്തിലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നുണ്ടോ? ആരാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നത്? ആരാണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ക്രിയേറ്റ് ചെയ്യുന്നത്? പർച്ചേസ് ഓർഡർ ആർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു? അതേസമയം പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ ആർക്കാണ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്? പിന്നെ എന്താണ് പർച്ചേസ് ഓർഡർ? എന്താണ് പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ? അങ്ങനൊരു 6 ക്വസ്റ്റ്യൻസുകളാണ് അതിൽ നിന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നത് കേട്ടോ. ഓക്കെ. ക്ലിയർ ആയി വിചാരിക്കുന്നു. ഇനി നമുക്ക് നെക്സ്റ്റ് പഠിക്കാനുള്ളത് വാട്ട്സ് ഇൻക്ലൂഡഡ് ഓൺ എ പർച്ചേസ് ഓർഡർ. ഇതൊക്കെ ഡയറക്റ്റ് ചോദിക്കാവുന്ന ക്വസ്റ്റ്യൻസ് ആണ് കേട്ടോ. വാട്ട്സ് ഇൻക്ലൂഡഡ് ഓൺ എ പർച്ചേസ് ഓർഡർ. ഒരു പർച്ചേസ് ഓർഡറിൽ നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് ഉൾപ്പെടുത്തുന്നത്? ഓക്കെ. ഡയറക്റ്റ് ആയിട്ട് ചോദിക്കാവുന്നതാണ്. അപ്പൊ നോക്കിയേ, എ പർച്ചേസ് ഓർഡർ ഇൻക്ലൂഡ്സ് ഇമ്പോർട്ടന്റ് ഡീറ്റെയിൽസ് റിഗാർഡിംഗ് the products or services that have been requested. At a minimum, a purchase order will include the following. ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ ഒരു കാര്യം നമുക്കറിയാം,
നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങളുടെയും സേവനങ്ങളുടെയൊക്കെ ഡിസ്ക്രിപ്ഷൻ അല്ലെ, അതിനെ പറ്റിയുള്ള എല്ലാ ഡീറ്റെയിൽസ് ഏതിനകത്ത് ഉണ്ടാവും, പർച്ചേസ് ഓർഡറിനകത്ത് ഉണ്ടാവും നമുക്ക് അറിയാം. എങ്കിലും നമ്മളൊരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഇത് ക്വസ്റ്റ്യൻ ചോദിക്കാം. ഒരു പർച്ചേസ് ഓർഡറിൽ താഴെ പറയുന്നതിൽ ഉൾപ്പെടുന്നത് ഏതാണ്, അല്ലെങ്കിൽ ഉൾപ്പെടാത്തത് ഏതാണ് എന്ന രീതിയിൽ ക്വസ്റ്റ്യൻസ് വരാം. അപ്പൊ എന്തൊക്കെയാണെന്നുള്ളത് കറക്റ്റ് ആയിട്ട് മനസ്സിലാക്കി വെക്കുക. എളുപ്പമുള്ള കാര്യങ്ങളാണ്. ഫസ്റ്റ് വൺ നോക്കിയ പോയിന്റ് ആയിട്ട് തന്നെ കൊടുത്തിട്ടുണ്ട്. ഫസ്റ്റ് പോയിന്റ്, ഹെഡർ വിത്ത് യുവർ കമ്പനീസ് നെയിം ആൻഡ് അഡ്രസ്. എന്താണ് ഹെഡർ വിത്ത് യുവർ കമ്പനീസ് നെയിം ആൻഡ് അഡ്രസ്? ഇപ്പൊ നിങ്ങൾ ബയ്യർ ആണെങ്കിൽ നിങ്ങളുടെ കമ്പനിയുടെ പേരും അഡ്രസ്സും. ഓക്കെ, നിങ്ങളുടെ ബയ്യറാണ്, അപ്പൊ നിങ്ങളുടെ പേരെന്ന് വെച്ചാൽ നിങ്ങളുടെ കമ്പനിയുടെ പേരും വിലാസവും എവിടെ ഉണ്ടാവണം, പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കണം. ഓക്കെ, രണ്ടാമത്തെ എന്താണ്, ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ. ദ ഡേറ്റ് ഓഫ് ദ ഓർഡർ, നമ്മൾ ഓർഡർ കൊടുക്കുന്ന തീയതി, ഡേറ്റ് ഓഫ് ദ ഓർഡർ. അടുത്തത് എന്താണ്, എ ട്രാക്കിംഗ് നമ്പർ. നമ്മൾ ഭാവിയിലെ ആവശ്യങ്ങൾക്കായിട്ട് നമ്മൾ എന്ത് കൊടുക്കും, ഭാവിയിലെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഈ പറയുന്ന ഓർഡറിന് നമ്മൾക്ക് കൊടുക്കുന്ന ഒരു നമ്പർ ഉണ്ടാവും അല്ലെ, ഒരു റെഫറൻസ് നമ്പർ ഉണ്ടാവും, ട്രാക്കിംഗ് നമ്പർ എന്നാണ് അതിന് പറയുന്നത്. നമ്മൾ സാധാരണ ഓൺലൈനിലൊക്കെ ആയിട്ട് എന്തെങ്കിലും ഓർഡർ കൊടുക്കുമ്പോൾ ഒരു റെഫറൻസ് നമ്പർ നമുക്ക് കിട്ടും. അത് വെച്ചിട്ടാണ് നമ്മൾ അത് ട്രാക്ക് ചെയ്യണത് അല്ലെ, എവിടെ വരെ എത്തി, എപ്പോഴെത്തും, ഏത് സമയത്ത് എത്തുന്നൊക്കെ നമ്മൾ അത് വെച്ചിട്ടല്ലേ ട്രാക്ക് ചെയ്യണത്. ഇതുപോലെ തന്നെ ഓക്കെ, ഇത് ട്രാക്കിംഗ് നമ്പർ ആണ് കേട്ടോ. നമ്മള് ഭാവിയുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓരോ ഓർഡറിന് നമ്മൾ കൊടുക്കുന്ന ഒരു റെഫറൻസ് നമ്പർ ആണ് കേട്ടോ, അത് ട്രാക്കിംഗ് നമ്പർ ആണ്. ഓക്കെ, അത് ആ പർച്ചേസ് ഓർഡറിൽ ഉണ്ടായിരിക്കും. പിന്നെ വരുന്നത് സെല്ലേഴ്സ് നെയിം ആൻഡ് അഡ്രസ് ആണ്. സെല്ലർ, വിൽപ്പനക്കാരന്റെ ആ ഒരു പേരും അവരുടെ അഡ്രസ്സും. ഓക്കെ, ഐറ്റം ടൈപ്പ്. ഐറ്റം ടൈപ്പ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തൊക്കെ സാധനങ്ങളാണ് ആവശ്യപ്പെടുന്നത്, സാധനങ്ങൾ ഉണ്ടാവാം, സേവനങ്ങളൊക്കെ ഉണ്ടാവാം, കൂടുതൽ സാധനങ്ങളാണ് അല്ലെ, ഗുഡ്സ് ആൻഡ് മെറ്റീരിയൽസ് ആണ്. സോ ഐറ്റം ടൈപ്പ്, എന്തൊക്കെ സാധനങ്ങളാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. പിന്നെ അടുത്തത് എന്താണ്, പ്രോഡക്റ്റ് നമ്പർ, മോഡൽ നമ്പർ ഓർ SKU. ഇതാണ് SKU എന്ന് പറഞ്ഞാല് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് കേട്ടോ. അതിന്റെ ഒരു ഫുൾ ഫോം ഒന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. SKU എന്താണ്, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് കേട്ടോ, ഇത് വെച്ചേക്കാം, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ്. പ്രോഡക്റ്റ് നമ്പർ അഥവാ അതെ കറക്റ്റ് ആണ്, സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് കേട്ടോ. പ്രോഡക്റ്റ് നമ്പർ, മോഡൽ നമ്പർ ഓർ SKU, അതായത് നമ്മൾ ഓരോ ഐറ്റം തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പർ ആണ് കേട്ടോ. ഓരോ പ്രോഡക്റ്റും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പർ മോഡൽ നമ്പർ എന്ന് പറയാം, അഥവാ നമുക്ക് സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്നും പറയാം കേട്ടോ. അടുത്തത് എന്താണ്, ഐറ്റം ക്വാണ്ടിറ്റി ആണ്. ഇത്ര അളവിൽ നമ്മൾ സാധനങ്ങൾ മേടിക്കുന്നുണ്ട് കേട്ടോ. ഓരോ ഐറ്റം നമ്മൾ ഇത്ര ക്വാണ്ടിറ്റി വെച്ചിട്ടല്ലേ മേടിക്കാം. സോ ഐറ്റം ക്വാണ്ടിറ്റി, അതായത് ആ സാധനങ്ങളുടെ അളവ്. ദെൻ എന്താണ്, ഐറ്റം പ്രൈസ് അല്ലെ, സാധനങ്ങളുടെ വില, ഐറ്റം പ്രൈസ്. ദെൻ റിക്വസ്റ്റഡ് ഡെലിവറി ഡേറ്റ് ഫോർ ദ ഓർഡർ. ഇതാണ് റിക്വസ്റ്റഡ് ഡെലിവറി ഡേറ്റ് ഫോർ ദ ഓർഡർ. ഡെലിവറി ഡേറ്റ്, നമ്മൾ ഈ പറയുന്ന സാധനങ്ങളും സേവനങ്ങളും നമുക്ക് എത്തിച്ചു തരേണ്ട തീയതി എന്നാണ് അല്ലെ, നമ്മൾ ആവശ്യപ്പെടുന്ന ഡെലിവറി ഡേറ്റ്. അത് കറക്റ്റ് ആയിട്ട് പർച്ചേസ് ഓർഡറിൽ ഉണ്ടാവണം. പിന്നെ ബില്ലിംഗ് അഡ്രസ്, ബില്ല് അയക്കേണ്ട അഡ്രസ്, ഏത് അഡ്രസ്സിലോട്ടാണ് ബില്ല് അയക്കേണ്ടത് എന്നുള്ളത് കേട്ടോ, ബില്ലിംഗ് അഡ്രസ്. ദെൻ വരുന്നത് ഷിപ്പിംഗ് അഡ്രസ് ആണ്. ഷിപ്പിംഗ് അഡ്രസ് നമ്മൾ ഷിപ്പ് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സാധനങ്ങൾ എത്തിച്ചു തരേണ്ട വിലാസം ഉണ്ടല്ലോ, ഏതാണെന്ന് വെച്ചാൽ എവിടേക്കാണ് സാധനങ്ങൾ എത്തിച്ചു നൽകേണ്ടത്. ഓക്കെ, ഇപ്പൊ നമ്മുടെ സ്ഥാപനം, നമ്മുടെ ഹോസ്പിറ്റലിലൊക്കെ നമ്മൾ സാധനങ്ങൾ എത്തിക്കുന്നത് വേറെ വല്ല ഗോഡൌണിനോ മറ്റോ ആയിരിക്കും, അപ്പൊ അവിടുത്തെ അഡ്രസ് വേണം കൊടുക്കാനായിട്ട് അല്ലെ, നേരിട്ട് ഹോസ്പിറ്റലിലേക്ക് ആയിരിക്കില്ല ചിലപ്പോൾ കൊണ്ടുവരുന്നത്. സോ ഷിപ്പിംഗ് അഡ്രസ് കേട്ടോ, ദാറ്റ് മീൻസ് നമ്മൾ സാധനങ്ങൾ എത്തിച്ചു നൽകേണ്ട അഡ്രസ് ആണ് അവിടെ ഉദ്ദേശിക്കുന്നത്. പിന്നെ വരുന്നത് സബ് ടോട്ടൽ ആണ്. സബ് ടോട്ടൽ ഇൻക്ലൂഡിംഗ് ടാക്സസ്, ഷിപ്പിംഗ് കോസ്റ്റ്, ഡിസ്കൗണ്ട്സ് ആൻഡ് അതർ അഡ്ജസ്റ്റ്മെന്റ്സ് കേട്ടോ. ആകെ വരുന്ന തുകയാണ്, അതായത് അതിനകത്ത് നികുതിയും ഷിപ്പിംഗ് കോസ്റ്റും ഡിസ്കൗണ്ടും മറ്റുള്ള എല്ലാ ഡിഡക്ഷൻസും ഒക്കെ കഴിഞ്ഞിട്ട് ആകെ വരുന്ന അഡ്ജസ്റ്റ്മെന്റ്സ് ഒക്കെ കഴിഞ്ഞിട്ട് ടോട്ടൽ എത്ര തുകയാണ് നമ്മൾക്ക് വരുന്നത് കേട്ടോ. സബ് ടോട്ടൽ ആണ്. അതിനകത്ത് നമ്മുടെ നികുതി, ഷിപ്പിംഗ് കോസ്റ്റ്, ഡിസ്കൗണ്ട്, അത് മറ്റുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് എല്ലാം ഉൾപ്പെടെ ആകെ വരുന്ന തുക എത്രയാണ്. പിന്നെ വരുന്നത് പേയ്മെന്റ് ടേംസ് ആണ്, പണം നൽകേണ്ട രീതിയാണ്. ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട്, സച്ച് ഒരു എക്സാമ്പിൾ ആണ് ഡ്യൂ അപ്പോൺ അതർ ഡീറ്റെയിൽസ് ആസ് സ്റ്റേറ്റഡ്. നമ്മൾ സാധനങ്ങൾ എത്തിച്ചു നൽകുമ്പോൾ തന്നെ നമ്മൾ പണം കൊടുക്കണം എന്നുള്ളൊരു നിബന്ധന. ഒരു എക്സാമ്പിൾ ആണ് പറഞ്ഞത്, പേയ്മെന്റ് ടേംസ്, എപ്പോൾ പേയ്മെന്റ്, പണം എങ്ങനെ ഏത് രീതിയിൽ കൊടുക്കണം. ചിലപ്പോൾ നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചിലപ്പോൾ ചിലത് പേയ്മെന്റ് ചെയ്യേണ്ടതായിട്ട് വരും,
ചിലത് നമ്മൾ സാധനങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ ക്യാഷ് ഓൺ ഡെലിവറി നമുക്ക് കേട്ടിട്ടില്ലേ, സാധനങ്ങൾ എത്തുമ്പോൾ നമ്മൾ പണം അടിച്ചാൽ മതി. ചിലത് നമ്മൾ സാധനങ്ങൾ കൈപ്പറ്റി അല്ലെങ്കിൽ ഒരു മാസമൊക്കെ ഉണ്ടാവും, ആ ഒരു മാസത്തിനുള്ളിൽ പൈസ കൊടുത്താൽ മതി. അപ്പൊ ഏത് രീതിയിൽ പണം അടയ്ക്കണം, ഇങ്ങനെ ഏത് രീതിയിൽ പണം നൽകണം എന്നതാണ് കേട്ടോ. ഓക്കെ, ഇതാണ് പേയ്മെന്റ് ടേംസിൽ പറയുന്നത്. ധനരാശി ക്യാഷ് ഓൺ ഡെലിവറി ആവാം, ക്രെഡിറ്റ് ആവാം, അല്ലെ, ഏത് രീതിയിലും. ഇത്രയും വിവരങ്ങളാണ് നമ്മളൊരു പർച്ചേസ് ഓർഡറിനകത്ത് ഉൾപ്പെടുത്തുന്നത് കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്? പോയിന്റുകളൊന്ന് ഓർത്ത് വെച്ചേക്കുക കേട്ടോ. ഒന്ന് കമ്പനിയുടെ പേരും അഡ്രസ്സും, പിന്നെ ഓർഡർ കൊടുക്കുന്ന തീയതി, അതുപോലെ ഓരോ ഓർഡറും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ട്രാക്ക് ചെയ്യുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന നമ്പർ, ട്രാക്കിംഗ് നമ്പർ ഉണ്ടായിരിക്കണം. പിന്നെ നമ്മുടെ സെല്ലറിന്റെ പേരും അഡ്രസ്സും, ഏതൊക്കെ ഐറ്റം ടൈപ്പ് മീൻസ് ഏതൊക്കെ ഇനങ്ങളാണ്, ഏതൊക്കെ സാധനങ്ങളും സേവനങ്ങളും ആണ് നമ്മൾ റിക്വസ്റ്റ് ചെയ്തിട്ടുള്ളത്. അതുപോലെ പ്രോഡക്റ്റ് നമ്പർ, മോഡൽ നമ്പറോ SKU എന്ന് പറയാം, സ്റ്റോക്ക് കിട്ടിയിട്ട് ഓരോ പ്രോഡക്റ്റും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന നമ്പർ. പിന്നെ ഐറ്റം ക്വാണ്ടിറ്റി, എത്ര അളവിലാണ് നമുക്ക് സാധനങ്ങൾ ആവശ്യമായിട്ടുള്ളത്, പിന്നെ അതിന്റെ പ്രൈസ്, പിന്നെ ഡെലിവറി ഡേറ്റ്, ബില്ല് അയക്കേണ്ട അഡ്രസ്, സാധനങ്ങൾ എത്തിച്ച് നൽകേണ്ട അഡ്രസ്, പിന്നെ ടാക്സും ഷിപ്പിംഗ് കോസ്റ്റും ഡിസ്കൗണ്ടും അഡ്ജസ്റ്റ്മെന്റ്സും ഉൾപ്പെടെ ആകെ വരുന്ന തുക, പേയ്മെന്റ് ഏത് രീതിയിൽ പണം അയക്കണം, ഇങ്ങനെ ഏത് രീതിയിൽ പണം നമ്മൾ കൊടുക്കണം, അതാണ് പേയ്മെന്റ് ടേംസ്. ഇത്രയും കാര്യങ്ങളാണ് ഒരു പർച്ചേസ് ഓർഡറിനകത്ത് ഉണ്ടായിരിക്കേണ്ടത്. ഓക്കെ, ക്ലിയർ ആണല്ലോ എല്ലാവർക്കും? ഓക്കെ, നെക്സ്റ്റ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടോപ്പിക് നമ്മൾ പഠിക്കുകയാണ്, ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് കേട്ടോ. എന്താണ് ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡേഴ്സ്? ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡറുകളെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ മെറ്റീരിയൽ മാനേജ്മെന്റ് പഠിക്കുമ്പോഴേ ഏകദേശം ഒരു 4ഓളം കുഞ്ഞു കുഞ്ഞു ടോപ്പിക്കുകളാണ് നമ്മൾ അതിനകത്ത് കവർ ചെയ്തിരുന്നത്. ഇന്റേണൽ ഓഡിറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്, പിന്നെ വെൻഡർ സെലക്ഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു ടോപ്പിക്. ഓക്കെ, അങ്ങനെയൊക്കെയാണ് നമ്മൾ പഠിച്ചു പോകുന്നത് കേട്ടോ. ഇപ്പൊ നമ്മൾ പർച്ചേസ് ഓർഡർ പഠിക്കുന്നു, പർച്ചേസ് ഓർഡർ ആയിട്ട് ബന്ധപ്പെട്ട് കുറച്ച് ടോപ്പിക്കുകൾ കവർ ചെയ്യാനുണ്ട്. പിന്നെ നമ്മൾ അതിന്റെ ഇടയ്ക്ക് പഠിച്ച നെഗോഷിയേഷൻ, അല്ലെ, വിൻ നെഗോഷിയേഷനുമായിട്ട് ബന്ധപ്പെട്ട ഒരു കാര്യം. പിന്നെ പർച്ചേസ് ഓർഡർ, ഇത് കഴിഞ്ഞാൽ നമുക്ക് സ്റ്റോക്ക് രജിസ്റ്റർ എന്ന് പറഞ്ഞിട്ട് പുതിയൊരു ടോപ്പിക് കൂടെ ഇവിടെ പഠിക്കാനായിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒരു ടോപ്പിക്കുകളായിട്ടാണ് ഈ ഒരു ചാപ്റ്റർ കിടക്കുന്നത് കേട്ടോ. ഓക്കെ, അപ്പോ പറഞ്ഞു വരുന്നത് ഇതാണ് ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് കേട്ടോ. ഏതൊക്കെ ടൈപ്പ് ഓഫ് പർച്ചേസ് ഓർഡർ ആണ് വളരെ ഇമ്പോർട്ടന്റ് ആണ് കേട്ടോ. 4 ടൈപ്പ് പർച്ചേസ് ഓർഡർ പഠിക്കാനുണ്ട്. അപ്പൊ അത് പല ക്വസ്റ്റ്യൻ പേപ്പറിൽ കണ്ടിട്ടുണ്ട് കേട്ടോ, ചോദിക്കാറുള്ളതാണ്, അത് ഇമ്പോർട്ടന്റ് ആണ്. അപ്പൊ നോക്കാം, ടു മാനേജ് ട്രാൻസാക്ഷൻസ് you might use one of the following 4 types of purchase orders, a key part of setting up your business കേട്ടോ. അപ്പൊ നമ്മൾക്ക് നമ്മുടെ ട്രാൻസാക്ഷൻസ് നടത്തുന്ന സമയത്ത് നമുക്ക് ഇനി പറയുന്ന രീതിയിലുള്ള പർച്ചേസ് ഓർഡറുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഓക്കെ, അപ്പൊ എവിടെ ഏതൊക്കെ എപ്പോഴൊക്കെ നമുക്ക് ഏത് രീതിയിലൊക്കെ ഉപയോഗിക്കാം എന്നുള്ളതാണ്. അതിനനുസരിച്ചിട്ടാണ് പല ടൈപ്പുകളായിട്ട് നമ്മൾ അവിടെ തരംതിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇവിടെ ഏതൊക്കെയാണെന്ന് അറിയോ? പ്രധാനമായിട്ടും 4 ടൈപ്പ്. എത്രയാണ്? 4 ടൈപ്പ് ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് ആണുള്ളത്. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ. ഫസ്റ്റ് വൺ സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ. സെക്കൻഡ് വൺ പ്ലാനഡ് പർച്ചേസ് ഓർഡർ. ആൻഡ് തേർഡ് വൺ ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. ആൻഡ് ഫോർത്ത് വൺ കോൺട്രാക്ട് പർച്ചേസ്. കിട്ടിയോ? 4 ടൈപ്പുകളാണ് കേട്ടോ. ഇതൊക്കെയാണ്. ഒന്ന് സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ, സെക്കൻഡ് വൺ പ്ലാനഡ് പർച്ചേസ് ഓർഡർ, തേർഡ് വൺ blanket purchase order, and fourth and final one contract purchase order. ഇതിന് 4 ടൈപ്പ് ഓഫ് പർച്ചേസ് ഓർഡേഴ്സ് ആണ് ഉള്ളത് കേട്ടോ. അപ്പൊ അതിൽ ആദ്യത്തെ നമുക്ക് നോക്കാം, സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ. ആ പേര് കേൾക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? പൊതുവെ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ ആയിരിക്കും, അല്ലെ? പൊതുവെ എല്ലാവരും എന്താണ് ഉപയോഗിക്കുന്ന ഒരു രീതി ആയിരിക്കും. അതുകൊണ്ടാണ് അതിന്റെ പേര് അങ്ങനെ. അതെ, നോർമൽ നമ്മൾ ഉപയോഗിക്കുന്നതാണ്. അതാണ് സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ കേട്ടോ. അത്രയാണ് ഇത് പഠിക്കാനുള്ളത്. ഓക്കെ, ദീസ് ഓർഡേഴ്സ് ആർ ദ മോസ്റ്റ് കോമൺ ചോയ്സ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ദീസ് ഓർഡേഴ്സ് ആർ ദ മോസ്റ്റ് കോമൺ ചോയ്സ് സ്പെസിഫൈയിങ് ദ ബേസിക് ഇൻഫർമേഷൻ ഡീറ്റെയിൽഡ് അബൌട്ട്. കേട്ടോ, ഏറ്റവും പൊതുവെ എല്ലാവരും കോമൺ ആയിട്ട് ഉപയോഗിക്കുന്ന ഒരു പർച്ചേസ് രീതിയാണ് സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. തൊട്ട് മുമ്പ് നമ്മൾ ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ പഠിച്ചില്ലേ? അപ്പൊ ആ രീതിയിൽ എന്താണ് ഈ പറയുന്നത് നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ ഉൾപ്പെടുത്തി നമ്മൾ എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളും വേണം, അതിന്റെ ക്വാണ്ടിറ്റി, അതിന്റെ പ്രൈസ്, അല്ലെ, അതിന്റെ പേയ്മെന്റ് ടേംസ്, ഡെലിവറി ഡേറ്റ്സ് ഉൾപ്പെടെയുള്ള എല്ലാ അടിസ്ഥാന വിവരങ്ങളും
ഈ ഒരു പർച്ചേസ് ഓർഡറിൽ നമ്മൾ കൃത്യമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്, രേഖപ്പെടുത്തുന്നുണ്ട്. പൊതുവെ മോസ്റ്റ് കോമൺലി ഉപയോഗിക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ ഏതാണെന്ന് ചോദിച്ചാൽ അതിന്റെ ഉത്തരം എന്താണ്? സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ ആണ്. ഓക്കെ, അത്രയേ ഉള്ളൂ കേട്ടോ. സെക്കൻഡ് വൺ എന്താണ്? പ്ലാനഡ് പർച്ചേസ് ഓർഡർ ആണ്. എന്താണ് പ്ലാൻഡ് പർച്ചേസ് ഓർഡർ? നമ്മൾ പ്ലാൻ ചെയ്യലാണ് അല്ലെ. എപ്പോഴാണ് നമ്മൾ പ്ലാൻ ചെയ്യാം? നമ്മൾ മുൻകൂട്ടി കാര്യങ്ങൾ ചെയ്യുമ്പോഴാണ് അല്ലെ. അതായത് നമ്മൾ ഭാവിയിൽ അഡ്വാൻസ് ആയിട്ടൊക്കെ ചെയ്യാൻ പോകുന്ന കാര്യങ്ങളല്ലേ നമ്മൾ പൊതുവെ പ്ലാൻ ചെയ്യുന്നത്. അപ്പൊ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. പ്ലാനഡ് പർച്ചേസ് ഓർഡേഴ്സ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധനങ്ങൾ ആവശ്യമാകുന്നതിന് വളരെ മുൻകൂട്ടി തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്ന ഒരു രീതിയാണിത് പ്ലാനഡ് പർച്ചേസ് ഓർഡർ. റാഷിദ് പറഞ്ഞ പോലെ മുൻകൂട്ടി നമ്മൾ കൊടുക്കും, അഡ്വാൻസ് ആയിട്ട് കൊടുക്കുന്നതാണ് പ്ലാനഡ്. പേരിൽ തന്നെ മനസ്സിലാവുമല്ലോ. അപ്പൊ നമുക്ക് സാധനങ്ങൾ ആവശ്യമാകുന്നതിന് വളരെ മുൻകൂട്ടി തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്ന ഒരു രീതിയാണ് പ്ലാനഡ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അപ്പൊ നമുക്കതൊന്ന് വായിക്കാം. എ പ്ലാൻഡ് പർച്ചേസ് ഓർഡർ പ്ലേസസ് എ റിക്വസ്റ്റ് ഫോർ ഐറ്റംസ് ഇൻ അഡ്വാൻസ്. ആ ഒരു സെന്റൻസ് അണ്ടർലൈൻ ചെയ്ത് വെച്ചേ. അത് അങ്ങനെ തന്നെ ചോദിക്കാം. അഡ്വാൻസ് എന്ന് കണ്ടാൽ തന്നെ നിങ്ങൾക്ക് കത്താൻ എന്താണ്? പ്ലാൻഡ് പർച്ചേസ് ഓർഡർ ആണ്. ഓക്കെ, എ പ്ലാൻഡ് പർച്ചേസ് ഓർഡർ പ്ലേസസ് എ റിക്വസ്റ്റ് ഫോർ ഐറ്റംസ് ഇൻ അഡ്വാൻസ്. ഓക്കെ, അഡ്വാൻസ് ആയിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്? ഓർഡർ കൊടുക്കുകയാണ് കേട്ടോ. അപ്പൊ നമ്മൾ ഒരു കാര്യം ശ്രദ്ധിക്കുക, നമ്മൾ അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്ന പല കാര്യങ്ങൾക്കും നമുക്ക് കറക്റ്റ് എസ്റ്റിമേറ്റ് ഒന്നും ചിലപ്പോൾ കൊടുക്കാൻ പറ്റില്ല. കാരണം നമുക്ക് സാധനങ്ങൾ ആവശ്യമായിട്ട് വന്നിട്ടില്ല, വരും എന്നുള്ള ഉറപ്പിന്റെ പുറത്ത് നമ്മൾ എന്ത് ചെയ്യാണ്? അഡ്വാൻസ് ആയിട്ട് ഓർഡർ കൊടുക്കുകയാണ്. അപ്പൊ നമുക്ക് എത്ര എണ്ണം വേണ്ടി വരും എന്നുള്ളത് നമുക്ക് കൃത്യമായിട്ടൊരു പക്ഷെ നമുക്ക് പറയാൻ പറ്റിയെന്ന് വരില്ല അല്ലെ. അപ്പൊ ഇത് കുറെ കൂടെ ഫ്ലെക്സിബിൾ ആണ്. ഈ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് കുറെ കൂടെ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള ഒരു പർച്ചേസ് ഓർഡർ ആണ്. കാര്യം എന്താണെന്നറിയോ? You may use an estimated quantity and range of delivery dates for a planned purchase order. കണ്ടോ, അതിന്റെ പ്രത്യേകതയാണത്. അതായത് നമുക്ക് ഏകദേശം എന്നാണ് പറയുന്നത്. എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് കൃത്യകണക്കല്ല നമ്മൾ പറയുന്നത്. നമുക്ക് ഏകദേശം ആവശ്യമായിട്ട് വരുന്ന സാധനങ്ങളുടെ കണക്കുകളും അതുപോലെ അത് ഏകദേശം എത്ര സമയത്തിന് നമുക്ക് എത്തിച്ചു തരേണ്ട ആ ഒരു ഡെലിവറി ഡേറ്റുകളൊക്കെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ പർച്ചേസ് ഓർഡറിൽ രേഖപ്പെടുത്തും. പക്ഷെ അത് കറക്റ്റ് ആയിട്ടില്ല കേട്ടോ. നമ്മളൊരു എസ്റ്റിമേറ്റഡ് ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ ഒരു റേഞ്ച് ഓഫ് ഡെലിവറി ഡേറ്റ്സ് നമുക്ക് അതിൽ കൊടുക്കാവുന്നതാണ്. ഓക്കെ, ഇത്രയൊക്കെ സാധനങ്ങൾ വരും എന്നൊരു കാൽക്കുലേഷൻ നമുക്ക് ഉണ്ടാവുമല്ലോ. ഏകദേശം കണക്കും അതുപോലെ ഏകദേശം ഇന്ന തീയതികളിലായിട്ട് നമുക്ക് ലഭിക്കണം എന്നുള്ള ആ ഒരു കാര്യം നമുക്ക് എവിടെ കൊടുക്കാൻ പറ്റും? പ്ലാനഡ് പർച്ചേസ് ഓർഡറിനകത്ത് കൊടുക്കാൻ പറ്റും. എക്സ്ചേഞ്ചിങ് മോർ ഡീറ്റെയിൽഡ് ഇൻഫർമേഷൻ ക്ലോസർ ടു ദ ഡെലിവറി ഡേറ്റ്. അത് കഴിഞ്ഞിട്ട് നമുക്ക് ആ ഡെലിവറി ഡേറ്റ് അടുക്കാറാവുമ്പോൾ കുറേ കൂടെ കൃത്യമായിട്ടുള്ള വിവരങ്ങൾ കുറച്ചും കൂടെ നമുക്ക് കൊടുക്കാൻ പറ്റും. ചുരുക്കി പറഞ്ഞ എന്താണ്? ഫ്ലെക്സിബിൾ ആണ് അല്ലെ. നമുക്ക് അത്ര റിജിഡ് ആയിട്ടുള്ള പറയാൻ പറ്റും ഇല്ല, കുറെ കൂടെ ഫ്ലെക്സിബിൾ ആണ്. കറക്റ്റ് ഡേറ്റ് കറക്റ്റ് ക്വാണ്ടിറ്റി ഒന്നും അല്ല നമ്മൾ അവിടെ കൊടുക്കുന്നത്. ഒരു ഏകദേശ ക്വാണ്ടിറ്റിയും അതുപോലെ തന്നെ എക്സ്പെക്ടഡ് ഡെലിവറി ഡേറ്റ്സുകൾ നമ്മൾ കൊടുക്കുമ്പോൾ അതിനുശേഷം നമ്മുടെ ഡെലിവറി ഡേറ്റ് അടുക്കാറാവുമ്പോൾ കുറേ കൂടെ കൃത്യമായിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ആ ഒരു ഇൻഫർമേഷൻ നമുക്ക് കൊടുക്കാൻ സാധിക്കും. ഓക്കെ, ഇതൊക്കെ പ്രത്യേകതകളാണ് കേട്ടോ. അതൊക്കെ നിങ്ങൾ മനസ്സിലാക്കി പോവുക. ഇനി എപ്പോഴാണ് നമ്മൾ ഈ ഒരു ടൈപ്പ് ഓഫ് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നത് എന്നുള്ളതാണ് അടുത്തത് ശ്രദ്ധിക്കുക കേട്ടോ. If you purchase a large number of items routinely, underline ചെയ്യാട്ടോ. If you purchase a large number of items routinely, planned purchase orders will help the vendors plan accordingly so they can meet your needs. കേട്ടോ, അതായത് സാധാരണയായിട്ട് നമ്മൾ വലിയ അളവിലൊക്കെ ഇല്ലേ, വലിയ തോതിൽ സ്ഥിരമായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു പർച്ചേസ് ഓർഡർ ആണ് പ്ലാനഡ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. സ്ഥിരമായിട്ട് വലിയ തോതില് നമ്മൾ സാധനങ്ങൾ വാങ്ങുന്നവർക്ക് ഈ സാധനങ്ങൾ വാങ്ങുമ്പോൾ നമുക്ക് ഉപയോഗിക്കാവുന്ന ഒരു പർച്ചേസ് ഓർഡർ ഏതാണെന്ന് ചോദിച്ചാൽ അതേതാണ്? പ്ലാനഡ് പർച്ചേസ് ഓർഡർ കേട്ടോ. ഓക്കെ, ഇത്രയും പോയിന്റുകൾ നമ്മൾ ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ പ്ലാനഡ് പർച്ചേസ് ഓർഡർ എന്ന് പറയുമ്പോൾ നമ്മുടെ സാധനങ്ങൾ ആവശ്യമാകുന്നതിന് വളരെ മുൻകൂട്ടി തന്നെ അഡ്വാൻസ് ആയിട്ട് തന്നെ നമ്മൾ ഓർഡർ കൊടുക്കുന്ന ഒരു രീതിയാണ്. ഇവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെ ഏകദേശ കണക്കും ഒരു ഡെലിവറി ഡേറ്റ്സുകൾ നമുക്ക് കൊടുക്കാവുന്നതാണ്. അതിനുശേഷം ഡെലിവറി ഡേറ്റ് അടുക്കാറാവുമ്പോൾ കുറെ കൂടെ കൃത്യമായിട്ടുള്ള വിവരങ്ങളും ഡീറ്റെയിൽസ് നമുക്ക് നൽകാം. ഇനി വലിയ തോതിൽ സ്ഥിരമായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അങ്ങനെയുള്ളതിന് ഈ ഒരു പ്ലാനഡ് പർച്ചേസ് ഓർഡർ വളരെയധികം ബെനിഫിറ്റ് ഉണ്ട് കേട്ടോ. ക്ലിയർ ആയോ പറഞ്ഞ കാര്യങ്ങള്? ഓക്കെ ആണോ? മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ,
നെക്സ്റ്റ് വരുന്നതാണ് ഇത് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ കേട്ടോ. അടുത്തെന്താണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. എന്താണ് വ്യത്യാസം? പെട്ടെന്ന് നമുക്ക് വായിക്കുമ്പോൾ ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ ആയിട്ട് കുറച്ചൊരു സിമിലാരിറ്റി തോന്നും, പക്ഷെ വ്യത്യാസമുണ്ട് കേട്ടോ. അപ്പൊ നോക്കാം. ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ എ ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ ഇൻഡിക്കേറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. ഇൻഡിക്കേറ്റ്സ് എ കമ്മിറ്റ്മെന്റ്. അണ്ടർലൈൻ ചെയ്യാം കേട്ടോ. ടു ബൈ എ നമ്പർ ഓഫ് ഐറ്റംസ് അപ് ടു എ പെർട്ടിക്കുലർ വാല്യൂ. അതായത് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ, എന്താണ് ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ, നമുക്ക് നോക്കാം ഒരു വർഷം, ഉദാഹരണം പറയാണ്, ഒരു വർഷം ഇരിക്കട്ടെ. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ നമ്മൾ എന്താണ് ഒരേ സാധനങ്ങള് ആവർത്തിച്ച് വാങ്ങുമ്പോൾ, ഓക്കെ, ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു നിശ്ചിത തുക വരെയുള്ള എന്താ പറയാ സാധനങ്ങളും സേവനങ്ങളും എന്ന് പറയുമ്പോൾ ഒരേ സാധനങ്ങൾ പലപ്പോഴായിട്ട് ആവർത്തിച്ച് വാങ്ങേണ്ടി വരുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ ആണിത് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ചിലപ്പോൾ ഒരേ സാധനങ്ങൾ നമ്മൾ സ്ഥിരമായിട്ട് നമുക്ക് ആവർത്തിച്ച് നമുക്ക് വാങ്ങേണ്ടതായിട്ട് വരും അല്ലെ. ഒരു ഹോസ്പിറ്റലിന്റെ കേസ് ആണെങ്കിൽ ഇപ്പൊ സിറിഞ്ചുകള് അല്ലെ, അല്ലെങ്കിൽ മറ്റു പല മെഡിക്കൽ എക്യുപ്മെന്റ്സ്, അതൊക്കെ നമുക്ക് സ്ഥിരമായിട്ട് വാങ്ങേണ്ടി വരും അല്ലെ. അതുപോലെ ഗ്ലൗസുകള് അല്ലെ, PPE ഇങ്ങനെയൊക്കെയുള്ളത് സ്ഥിരം എന്തായാലും ഒരു ഹോസ്പിറ്റലിന് ആവശ്യമുള്ള സാധനങ്ങളാണ് അല്ലെ. അപ്പൊ അങ്ങനെ ഒരേ സാധനങ്ങൾ നമ്മൾ ആവർത്തിച്ച് വാങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ, ആ ഒരു രീതിയാണിത് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ. പിന്നെ മാത്രമല്ല അവിടെ ഒരു കമ്മിറ്റ്മെന്റിനെ പറ്റി പറയുന്നുണ്ട് അല്ലെ. അതായത് ഒരു നിശ്ചിത കാലയളവില് ഒരു നിശ്ചിത തുക വരെയുള്ള ഒരേ സാധനങ്ങള് ആവർത്തിച്ച് നമ്മളൊരു സെല്ലറിൽ നിന്ന് വാങ്ങിക്കൊള്ളാം എന്നൊരു കമ്മിറ്റ്മെന്റും കൂടിയാണിത് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. അതേ സെല്ലറിൽ തന്നെയായിരിക്കും നമ്മൾ വാങ്ങുന്നുണ്ടായിരിക്കാം. അപ്പൊ നോക്കി, ബയേഴ്സ് ഗ്യാരണ്ടി ദാറ്റ് ദേ വിൽ സ്പെൻഡ് എ സെറ്റ് എമൗണ്ട് വിത്ത് ദ സെല്ലർ കേട്ടോ. അപ്പൊ ബയ്യർ ഒരു ഉറപ്പ് കൊടുക്കുന്നുണ്ട് അതേ ആ ഒരു സെല്ലറിൽ നിന്ന് തന്നെ, ആ ഒരു കാലയളവില് അതേ സെല്ലറിൽ നിന്ന് തന്നെ ഒരേ സാധനങ്ങൾ ആവർത്തിച്ച് വാങ്ങിക്കൊള്ളാം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റ് കൂടിയാണ് ഇത് ബ്ലാങ്കറ്റ് പർച്ചേസ് കേട്ടോ. അപ്പൊ അത് മറന്നു പോകരുത്. പ്ലാനഡും ബ്ലാങ്കറ്റും നമ്മൾ മാറിപ്പോയത്. പ്ലാനഡിന്റെ പ്രത്യേകത എന്താണ്? നമ്മൾ വലിയ തോതില് വലിയ അളവിൽ സ്ഥിരമായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ അതിനുപയോഗിക്കുന്നത് പ്ലാനഡ് പർച്ചേസ് ഓർഡർ ആണ്. ഓക്കെ, ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് നമ്മൾ ഒരേ സാധനങ്ങൾ തന്നെ സ്ഥിരമായിട്ട് ഒരേ സാധനങ്ങൾ ആവർത്തിച്ച് നമ്മൾ വാങ്ങേണ്ടി വരുമ്പോൾ ഉപയോഗിക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ രീതിയാണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ആ ഫസ്റ്റ് സെന്റൻസ് നിങ്ങൾ അണ്ടർലൈൻ ചെയ്ത് വെക്കുക. അതൊരു കമ്മിറ്റ്മെന്റ് ആണ് കേട്ടോ. ആ ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ഒരു വർഷമാണെന്ന് ഇരിക്കട്ടെ, ആ ഒരു നിശ്ചിത വില വരെ വരുന്ന ഒരേ സാധനങ്ങൾ ഇന്ന സെല്ലറിൽ നിന്ന് വാങ്ങിച്ചോളാം എന്നുള്ള ഒരു കമ്മിറ്റ്മെന്റ് കൂടിയാണ് എന്ത് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി നാലാമത്തെ എന്താണ്? കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ. എന്താണ് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല്? എ കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ഡീറ്റെയിൽസ് ദ ടേംസ് ഓഫ് എൻ അപ്കമിംഗ് പർച്ചേസ് ഓർഡർ ബിഫോർ ദ പർച്ചേസ് ഓർഡർ ഇറ്റ്സെൽഫ് ഈസ് ദ കംപ്ലീറ്റ്. ഇതാണ് പ്രത്യേകത പറയുന്നത് കോൺട്രാക്ട്. അതായത് നമ്മളൊരു യഥാർത്ഥ പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നതിന് മുൻപായിട്ട് ഒരു ബയ്യറും സെല്ലറും തമ്മില് കരാറില് ഒപ്പിടുകയാണ്. ഓക്കെ, യഥാർത്ഥ പർച്ചേസ് ഓർഡർ നമ്മൾ തയ്യാറാക്കിയിട്ടില്ല. ഓക്കെ, അപ്പൊ യഥാർത്ഥ പർച്ചേസ് ഓർഡർ തയ്യാറാക്കുന്നതിന് മുൻപേ തന്നെ നമ്മളൊരു ബയ്യറും സെല്ലറും തമ്മില് എന്ത് ചെയ്യണം? ആ ഇടപാടുകളിൽ കുറിച്ചിട്ടൊരു ധാരണയിലെത്താണ്. അവര് തമ്മിൽ ഒരു കരാറിൽ ഒപ്പിടുകയാണ്. ഓക്കെ, അതാണ് എന്ത് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇനി ഇവിടെ എന്താ പറയുന്നത് നോക്കുക. അപ്പൊ അത് അണ്ടർലൈൻ ചെയ്യാട്ടോ. കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ഡീറ്റെയിൽസ് ദ ടേംസ് ഓഫ് എൻ upcoming purchase order before the purchase order itself is the complete. ഇനി എവിടെയാണ് നമ്മൾ ഇത് ഉപയോഗിക്കുന്നത്? A contract purchase order is usually used for large or expensive orders. Underline ചെയ്യാട്ടോ. Where the buyer and seller want more legal protection in the exchange. സാധാരണയായിട്ട് നമ്മള് എന്തിനാണ് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ഉപയോഗിച്ച് ചെറിയ സാധനങ്ങളൊന്നും വാങ്ങാനല്ല, വലിയ തുകയ്ക്കുള്ള ഇടപാടുകൾ നടത്തുമ്പോൾ, അതുപോലെ വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള സാധനങ്ങളും മറ്റൊക്കെ വാങ്ങുമ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ഏതാണ്? കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ. അതുകൊണ്ട് തന്നെ അതിന് വളരെ ലീഗൽ പ്രൊട്ടക്ഷനും കൂടെ, അത്തരം ഇടപാടുകൾക്ക് കുറെ കൂടുതൽ നിയമ പരിരക്ഷയും കൂടെ ഉറപ്പാക്കുന്ന തരത്തിലുള്ള പർച്ചേസ് ഓർഡർ ആണിത് കോൺട്രാക്ട് പർച്ചേസ്. അപ്പൊ നിങ്ങളോട് വേണമെങ്കിൽ ചോദിക്കാം, ഈ 4 എണ്ണത്തില് ഏറ്റവും കൂടുതൽ ലീഗൽ പ്രൊട്ടക്ഷൻ നൽകുന്ന പർച്ചേസ് ഓർഡർ ഏതാണ്? കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ ആണ്.
അതുപോലെ തന്നെ വളരെ ലാർജ് എക്സ്പെൻസീവ് ഓർഡറുകൾക്ക് ഉപയോഗിക്കുന്ന പർച്ചേസ് ഓർഡർ ഏതാണ് എന്ന് ചോദിച്ചാൽ കോൺട്രാക്ട് പർച്ചേസ്. ഇപ്പൊ നമുക്ക് സ്ഥലമൊക്കെ വാങ്ങാന്ന് വിചാരിക്കും. ഒരു എക്സാമ്പിൾ വരുമ്പോൾ നമുക്ക് സ്ഥലം വാങ്ങുക എന്ന് പറയുമ്പോൾ നമ്മൾ ഓടിപ്പോയിട്ട് ഇതാണോ അല്ല, നമ്മൾ അതിനൊരു കരാറും രജിസ്ട്രേഷൻ ഒക്കെ കരാറിൽ ഒപ്പിടും അല്ലെ. അതായത് കുറെ നിബന്ധനകൾ. കാര്യം നമ്മള് ഒരു സ്ഥലം വാങ്ങുക എന്നൊക്കെ പറഞ്ഞ വലിയ എമൗണ്ടാണ് അല്ലെ. നമുക്കത് നഷ്ടം കഴിഞ്ഞാൽ പിന്നെ നമുക്കത് നികത്താൻ പറ്റില്ല അല്ലെ. അപ്പൊ നമ്മൾ ആദ്യം തന്നെ ഒരു വീട് കാണുമ്പോൾ അല്ലെങ്കിൽ പ്ലോട്ട് കാണുമ്പോൾ ഓടിപ്പോയി നമ്മൾ മേടിക്കുകയാണോ ചെയ്യാം? അല്ല. അതിനു മുമ്പ് നമ്മൾ എന്ത് ചെയ്യും? ബയറും സെല്ലറും തമ്മിൽ ഒരു കരാറിലൊക്കെ എത്തി എല്ലാ ടേംസ് ആൻഡ് കണ്ടീഷൻസ് കാര്യങ്ങളൊക്കെ നടത്തി അല്ലെ രജിസ്റ്റർ ചെയ്തിട്ടാണ് അല്ലെ അതിനെ നമ്മൾ ചെയ്യുന്നത്. ആ ഒരു രീതിയിൽ ആലോചിച്ചാൽ മതി. ഏറ്റവും ലാർജ് ഉണ്ട് നമ്മുടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ചാണെങ്കിൽ വലിയ തുകയ്ക്കുള്ള സാധന ഇടപാടുകൾക്ക് വലിയ വലിയ മെഷീനറികളൊക്കെ ഉപയോഗിക്കുന്നുണ്ട്. MRI മെഷീൻസ് അങ്ങനെയൊക്കെയുള്ള വലിയ വലിയ മെഷീനുകളും സൗകര്യങ്ങളും അല്ലെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ICUലൊക്കെ ഉപയോഗിക്കുന്ന വലിയ വലിയ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകളും കാര്യങ്ങളും എന്നൊക്കെ പറഞ്ഞാൽ അത്രയും എക്സ്പെൻസീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. അപ്പൊ അത്തരത്തിലുള്ള ലാർജ് ഒരു എക്സ്പെൻസീവ് ഓർഡറുകളൊക്കെ ഉപയോഗിക്കും. കുറെ കൂടി ഒരു നിയമപരിരക്ഷ ഉറപ്പാക്കുന്ന തരത്തിലുള്ള ഒന്നുകൂടിയാണ് കോൺട്രാക്ട് പർച്ചേസ്. വലിയ തുകയായതുകൊണ്ട് തന്നെ അവിടെ ലീഗൽ പ്രൊട്ടക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാര്യം എന്തെങ്കിലും നഷ്ടം സംഭവിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ലീഗലി മുന്നോട്ട് പോകേണ്ടതുമാണ്. അതുകൊണ്ട് ഇത് കുറെ കൂടെ നിയമപരിരക്ഷ ഉറപ്പാണ്. നിങ്ങൾക്ക് 4 ടൈപ്പ് മനസ്സിലായില്ലേ? സ്റ്റാൻഡേർഡ് പർച്ചേസ് ഓർഡർ എന്താണ്, പ്ലാനഡ് പർച്ചേസ് ഓർഡർ എന്താണ്, ബ്ലാങ്കറ്റ് എന്താണ്, കോൺട്രാക്ട് എന്താണ് കേട്ടോ. പ്രത്യേകത കണ്ടിട്ട് ഏതാണെന്ന് കുറിച്ച് കൊടുക്കും കേട്ടോ. അപ്പൊ സ്റ്റാൻഡേർഡ് വളരെ എളുപ്പമാണ്. കാരണം പൊതുവായിട്ട് എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ ആ ഒരു രീതിയാണ് സ്റ്റാൻഡേർഡ്. അപ്പൊ എനിക്ക് സ്റ്റാൻഡേർഡ് കേൾക്കുന്നത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമല്ലോ. അപ്പൊ സാധാരണ നമുക്ക് ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണ്, അതിന്റെ ക്വാണ്ടിറ്റി, പ്രൈസ്, പേയ്മെന്റ് ടേംസ്, ഡെലിവറി ഡേറ്റ്, അങ്ങനെ എല്ലാ കാര്യങ്ങളും അതിനകത്ത് കൃത്യമായിട്ട് രേഖപ്പെടുത്തും. പ്ലാനഡ് എന്ന് പറയുമ്പോൾ നമുക്ക് സാധനങ്ങൾ ആവശ്യമാകുന്നതിന് വളരെ മുൻകൂട്ടി തന്നെ നമ്മൾ എന്ത് ചെയ്യാണ്, ഓർഡർ കൊടുക്കുകയാണ്. അപ്പൊ അവിടെ കുറച്ചുകൂടി ഫ്ലെക്സിബിൾ ആണത്. കാര്യം നമുക്കൊരു ഏകദേശം ഒരു അളവ് കണക്കും കാര്യങ്ങളും നമുക്ക് കൊടുത്തു വെക്കാം. പക്ഷെ ഡെലിവറി ഡേറ്റ് അടുക്കാനാവുമ്പോൾ കുറെ കൂടി ക്ലാരിറ്റിയോട് കൂടിയിട്ട് നമുക്ക് കൃത്യമായിട്ടുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ കൊടുക്കാൻ പറ്റും. അപ്പൊ അതുകൊണ്ട് കുറെ കൂടി ഫ്ലെക്സിബിൾ ആണ് കേട്ടോ. പിന്നെ ഓർത്ത് വയ്ക്കുക, വലിയ തോതിൽ സ്ഥിരമായിട്ട് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഉപയോഗിക്കുന്നത് പ്ലാനഡ് പർച്ചേസ് ഓർഡറാണ്. ബ്ലാങ്കറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്താണ്, ഒരു നിശ്ചിത കാലയളവില് ഒരു നിശ്ചിത തുക വരെയുള്ള ഒരേ സാധനങ്ങൾ പലപ്പോഴായിട്ട് ആവർത്തിച്ച് വാങ്ങേണ്ടി വരുമ്പോഴാണ് നമ്മൾ ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നത്. അതേസമയം ലാർജ് ഓഫ് എക്സ്പെൻസീവ് ഓർഡറുകളൊക്കെ എടുക്കുന്നതിന് വേണ്ടിയിട്ടാണ് കോൺട്രാക്ട് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. അത് എന്താണ് ഈ പറയുന്ന പോലെ കുറച്ചുകൂടി നിയമപരിരക്ഷ കൊടുക്കുന്നുണ്ട്. എന്താണ് തിരിച്ചു വെച്ചത്, എന്താണ് ബ്ലാങ്കറ്റ് പർച്ചേസ് ഓർഡറിൽ സെല്ലറുമായിട്ടാണ്. അതെ, എല്ലാ പർച്ചേസ് ഓർഡറും നമ്മൾ സെല്ലറുമായിട്ടല്ലേ നമ്മൾ ഡീൽ ചെയ്യുന്നത് അല്ലെ. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു ബയ്യർ സെല്ലർക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ. അത് സെല്ലറിന് കൊടുക്കുന്ന ഒന്ന് തന്നെയാണ് കേട്ടോ. ഓക്കെ, അവിടെ ഒരു സംശയമില്ല. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ തന്നെ എന്താണ്, ഒരു ബയ്യർ സാധനങ്ങൾ സേവനങ്ങൾ ആവശ്യപ്പെട്ടുകൊണ്ട് ഒരു സെല്ലർക്ക് കൊടുക്കുന്ന ഒന്നാണ്. അവിടെ ആരുമായിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത്, സെല്ലറുമായിട്ടാണ് ഇടപാടുകൾ നടത്തുന്നത്. ക്ലിയർ അല്ലേ പറഞ്ഞത്? ഓക്കെ, ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കിക്കോളൂ കേട്ടോ. ഓക്കെ, അടുത്തത് കേട്ടോ. നെക്സ്റ്റ് നമ്മൾ പഠിക്കുന്നത് യൂസസ് ഫോർ എ പർച്ചേസ് ഓർഡർ കേട്ടോ. ഒരു പർച്ചേസ് ഓർഡറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ്? പർച്ചേസ് ഓർഡർ എന്താണ്, പർച്ചേസ് ഓർഡർ കൺഫർമേഷൻ എന്താണ്, പർച്ചേസ് ഓർഡർ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്, ഡിഫറെന്റ് ടൈപ്സ് ഓഫ് പർച്ചേസ് ഓർഡർ, ഇത്രയും നമ്മൾ പഠിച്ചു കേട്ടോ. ഇനി നമുക്ക് പഠിക്കേണ്ടത് യൂസസ് ആണ് കേട്ടോ. പർച്ചേസ് ഓർഡറിന്റെ ഉപയോഗങ്ങൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കാം. പർച്ചേസ് ഓർഡേഴ്സ് ഡു മോർ ദാൻ സിംപിളി ഇനീഷ്യേറ്റ് എ ട്രാൻസാക്ഷൻ. They provide the valuable documentation for tracking and logging the transaction as well. You may refer to your purchase orders in the future for the follow. ശരിക്കും പറഞ്ഞാൽ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇടപാടുകൾ അല്ലെ, ഒരു ട്രാൻസാക്ഷൻ നടത്തുന്നതിന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒന്നല്ല എന്ത് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ പർച്ചേസ് ഓർഡർ ഇസ് എ വാല്യുബിൾ ഡോക്യുമെന്റ് ആണ്. പ്രത്യേകിച്ച് ഒരു ബിസിനസ് ഇടപാടുകളില് നമ്മുടെ ബിസിനസ് സംബന്ധമായിട്ടുള്ള ആവശ്യങ്ങളും അല്ലെ അതെല്ലാം തന്നെ ട്രാക്ക് ചെയ്യുന്നതിന്, കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന വളരെ വാല്യുബിൾ ആയിട്ടുള്ള ഒരു ഡോക്യുമെന്റ് ആണ് ഇത്
പർച്ചേസ് ഓർഡർ കേട്ടോ. അല്ലാണ്ട് അതിന് വില കുറച്ച് കാണണ്ട. പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാൽ ട്രാൻസാക്ഷന് വേണ്ടി മാത്രം നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ്. അതിനെ മാത്രം ചിന്തിക്കരുത്. അങ്ങനെയല്ല, വളരെ വാല്യുബിൾ ഡോക്യുമെന്റ് ആണ് കേട്ടോ. പ്രത്യേകിച്ച് ബിസിനസ് ഇടപാടുകളുടെ നമ്മളുടെ എന്താ പറയാ, നമ്മൾ കൊടുക്കുന്ന സാധനങ്ങൾ, ആവശ്യപ്പെടുന്ന സാധനങ്ങളും സേവനങ്ങളൊക്കെ ട്രാക്ക് ചെയ്യാനും അതുപോലെ കൃത്യമായിട്ട് ആ ഇടപാടുകളൊക്കെ റെക്കോർഡ് ചെയ്യാനും അല്ലെ, അതിനൊക്കെ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് കേട്ടോ. നമുക്ക് പഠിക്കേണ്ടത് അതിന്റെ യൂസസ് ആണ് കേട്ടോ. എന്തിനൊക്കെയാണ് പർച്ചേസ് ഓർഡറുകൾ ഉപയോഗിക്കുന്നത് കേട്ടോ. ഓക്കെ, ഒന്ന് കംപ്ലീറ്റിംഗ് ഓഡിറ്റ്സ്. 4 പോയിന്റ് കൊടുത്തിട്ടുണ്ട്. 4 പോയിന്റ് പഠിക്കുക കേട്ടോ. ഇമ്പോർട്ടന്റ് ആണ്. നേരിട്ട് ചോദിക്കാം, വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് യൂസസ് ഫോർ എ പർച്ചേസ് ഓർഡർ. ഓക്കെ, which of the following is included in the uses of a purchase order? എന്നുള്ള രീതിയിൽ ക്വസ്റ്റ്യൻ തരാം കേട്ടോ. ഓക്കെ, അപ്പൊ 4 എന്താ പറയാ പോയിന്റ്സ് ആണ്. ഫസ്റ്റ് വൺ, കംപ്ലീറ്റിംഗ് ഓഡിറ്റ്സ്. കംപ്ലീറ്റിംഗ് ഓഡിറ്റ്സ്, ഓഡിറ്റുകൾ പൂർത്തിയാക്കാനായിട്ട് നമ്മൾ സാധാരണ എന്തിനാ ഓഡിറ്റ് നടത്തുന്നത്? സ്ഥാപനത്തിലെ ബിസിനസ് ഇടപാടുകളും കാര്യങ്ങളും അല്ലെ, സാമ്പത്തിക ഇടപാടുകളും കാര്യങ്ങളൊക്കെ ശരിയാണോ അല്ലയോ എന്ന് പരിശോധിക്കാനൊക്കെ ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഏത് രേഖയാണെന്നറിയോ? പർച്ചേസ് ഓർഡർ ആണ്. മനസ്സിലായോ? അപ്പൊ ആ അർത്ഥത്തില് കംപ്ലീറ്റിംഗ് ഓഡിറ്റ്സ്, ഓഡിറ്റുകൾ പൂർത്തിയാക്കുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ഉപയോഗിക്കുന്നുണ്ട്? പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ. പിന്നെ രണ്ടാമത് എന്താണ്? പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് കേട്ടോ. പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, സാമ്പത്തികമായിട്ടുള്ള ഇടപാടുകളും മറ്റും എന്താണ് തയ്യാറാക്കുന്നതിന് പർച്ചേസ് ഓർഡർ ഏകദേശം ഓഡിറ്റിന്റെ ഭാഗമായിട്ട് തന്നെയാണ് അല്ലെ. നമ്മൾ ഈ പറയുന്ന നമ്മുടെ ഫിനാൻഷ്യൽ ആ ഒരു ബിസിനസിന്റെ സാമ്പത്തികമായിട്ടുള്ള എല്ലാ ആസ്പെക്ടുകളും തയ്യാറാക്കുന്നതിനും നമ്മൾ ഉപയോഗിക്കുന്നത് എന്താണ്? പർച്ചേസ് ഓർഡർ ഉപയോഗിക്കുന്നുണ്ട്. ഓക്കെ, പിന്നെ ട്രാക്കിംഗ് ഓർഡേഴ്സ് ആൻഡ് അവോയ്ഡിങ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡേഴ്സ്. അതുപോലെ നമ്മൾ കൊടുക്കുന്ന ഓർഡറുകൾ കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ഓർഡറുകൾ അവോയ്ഡ് ചെയ്യാം. നമ്മൾ ഓൾറെഡി ഓർഡർ കൊടുത്ത സാധനം തന്നെ രണ്ടാമത് വീണ്ടും നമ്മൾ ഓർഡർ കൊടുക്കരുത് അല്ലെ. അങ്ങനെ ഓർഡർ കൊടുക്കുന്നുണ്ടോ, ഡ്യൂപ്ലിക്കേറ്റ് ഓർഡറുകൾ വരുന്നുണ്ടോ എന്നുള്ളത്, വരുന്നുണ്ടോ എന്നല്ല, ഡ്യൂപ്ലിക്കേറ്റ് ഓർഡറുകൾ അവോയ്ഡ് ചെയ്യാം. ഓക്കെ, ചിലപ്പോൾ നമ്മളൊരു സാധനത്തിന് ഓർഡർ കൊടുത്തിട്ടുണ്ടാവും, പക്ഷെ നമ്മൾ ശ്രദ്ധിക്കാണ്ട് വീണ്ടും അതേ സാധനത്തിന് വീണ്ടും നമ്മളൊരു ഓർഡർ കൊടുക്കാം, അങ്ങനെയൊക്കെ ചെയ്യില്ലേ? അതാണ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡർ എന്ന് പറയുന്നത്. അപ്പൊ ഇവിടെ കൃത്യമായിട്ട് ഓർഡറുകൾ ട്രാക്ക് ചെയ്യാനും ഡ്യൂപ്ലിക്കേറ്റ് ഓർഡറുകൾ അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പർച്ചേസ് ഓർഡറുകൾ ഉപയോഗപ്പെടുത്താം. പിന്നെ ഈ പറഞ്ഞ പോലെ പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ്, ബഡ്ജറ്റുകൾ തയ്യാറാക്കാനും നമുക്ക് എന്ത് ഉപയോഗിക്കാം? ഈ പറയുന്ന പർച്ചേസ് ഓർഡർ ഉപയോഗിക്കാം. 4 യൂസസ് കിട്ടിയില്ലേ? എന്തൊക്കെയാണ്? കംപ്ലീറ്റിംഗ് ഓഡിറ്റ്സ്, പ്രിപ്പയറിംഗ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്, ട്രാക്കിംഗ് ഓർഡേഴ്സ് ആൻഡ് അവോയ്ഡിംഗ് ഡ്യൂപ്ലിക്കേറ്റ് ഓർഡേഴ്സ് ആൻഡ് പ്രിപ്പയറിംഗ് ബഡ്ജറ്റ്സ്, ബഡ്ജറ്റ്സുകൾ തയ്യാറാക്കാൻ. ഇത്രയും കാര്യങ്ങൾക്കാണ് പ്രധാനമായിട്ട് നമ്മൾ പർച്ചേസ് ഓർഡർ ഉപയോഗപ്പെടുത്തുന്നത്. അപ്പൊ തന്നെ അറിയാലോ, ദിസ് എ വാല്യുബിൾ ഡോക്യുമെന്റ് കേട്ടോ. വെറും ഒരു ട്രാൻസാക്ഷന് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു ഏരിയയാണോ അത്? അല്ല, ദിസ് എ വാല്യുബിൾ ഡോക്യുമെന്റ്. ഏത്? പർച്ചേസ്. ഓക്കെ, ക്ലിയർ? അപ്പൊ നിങ്ങൾ പഠിച്ചിരിക്കുന്ന കേട്ടോ യൂസസ് ഏതൊക്കെയാണെന്നുള്ളത്. നിങ്ങൾക്ക് ഓപ്ഷൻ കാണുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്ക് ഐഡന്റിഫൈ ചെയ്യാനായിട്ട് പറ്റണം. ഓക്കെ, അടുത്തത് പറയട്ടെ? നെക്സ്റ്റ് പറയട്ടെ? അടുത്തതാണ് വാട്ട് ഈസ് ദ പർച്ചേസ് ഓർഡർ പ്രോസസ് കേട്ടോ. എന്താണ്? വാട്ട് ഈസ് ദ പർച്ചേസ് ഓർഡർ പ്രോസസ് കേട്ടോ. എന്താണ് പർച്ചേസ് ഓർഡർ പ്രോസസ്? പുതിയതായിട്ടൊന്നും അതിനകത്ത് പറയുന്നില്ല. നമ്മൾ ഇതുവരെ പഠിച്ച കാര്യങ്ങളില്ലേ, അത് തന്നെയാണ് അവിടെ എഴുതി വെച്ചിരിക്കുന്നത് കേട്ടോ. അപ്പൊ ഇത്രയും നേരം പർച്ചേസ് ഓർഡറിനെ പറ്റി പഠിച്ച് മനസ്സിലാക്കിയ കാര്യങ്ങളൊക്കെ ഇല്ലേ, അത് തന്നെയാണ് അവിടെ കൺക്ലൂഡ് ചെയ്ത് എഴുതിയിരിക്കുന്നത് കേട്ടോ. അതിനെയാണ് പർച്ചേസ് ഓർഡർ പ്രോസസ് എന്ന് പറയുന്നത്. അപ്പൊ നോക്കാം, പർച്ചേസ് ഓർഡേഴ്സ് ഇൻഡിക്കേറ്റ് the types, price and quantity of the products and services being bought. അറിയാലോ അല്ലെ? പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് എന്താണ്? നമ്മൾ വാങ്ങുന്ന സാധനങ്ങൾ, അതിന്റെ വില, അതിന്റെ എന്താ പറയാ ക്വാണ്ടിറ്റി അല്ലെ, ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും പർച്ചേസ് ഓർഡറിനകത്ത് നമ്മൾ ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഓക്കെ, പിന്നെ എന്താണ്? പർച്ചേസ് ഓർഡർ will be sent to the seller and is created by the buyer. അതെല്ലാവർക്കും അറിയാവുന്ന പോയിന്റ് ആണ്. അറിയില്ലെങ്കിൽ നോട്ട് ചെയ്ത് വെക്കാം. ആരാണ് പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തത്? ബയർ ക്രിയേറ്റ് ചെയ്ത് ആർക്ക് കൊടുക്കുന്നു? സെല്ലർക്ക് കൊടുക്കുന്ന ഒരു ഡോക്യുമെന്റ് ആണ് അല്ലെ പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. ഇറ്റ് കമ്മിറ്റ്സ് ദ ബയർ ടു പേയിങ് ദ സെല്ലർ ഫോർ ദ ഗുഡ്സ് ഓർ സർവീസസ് സെൻഡ് ഓർ റെന്റേഡ് അല്ലെ. ഇത് നമുക്കറിയാം, ഇതൊരു കമ്മിറ്റ്മെന്റ് ആണ്. കാര്യം എന്താണ്? ലിസ്റ്റിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും ബയർ പണം നൽകിക്കൊള്ളാം എന്നൊരു കമ്മിറ്റ്മെന്റ്, സെല്ലറുമായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് ഉറപ്പുവരുത്തുന്ന ഡോക്യുമെന്റ് ആണ് പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത്. പുതിയതായിട്ട് വരുന്നത് പറഞ്ഞു അതിനകത്ത് ഇല്ല, നേരത്തെ പഠിച്ച അതേ കാര്യങ്ങളാണ് കേട്ടോ.
ഓക്കെ, അടുത്ത നോക്കി. പർച്ചേസ് ഓർഡേഴ്സ് ensure that the documentation exists so that the seller will be paid. അതായത് നമുക്കറിയാം, ഈ പറയുന്ന നമ്മൾ പറഞ്ഞില്ലേ, സെല്ലർക്ക് ഒരു പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഒന്നാണിത് പർച്ചേസ് ഓർഡർ. ഈ പർച്ചേസ് ഓർഡർ എന്ന ഡോക്യുമെന്റ് നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ സെല്ലർക്ക് അവർ നൽകുന്ന സാധനങ്ങൾക്കും സേവനങ്ങൾക്കും അവർക്കൊരു പേയ്മെന്റ് ലഭിക്കും എന്നൊരു ഉറപ്പ് ഈ ഒരു ഡോക്യുമെന്റ് അവർക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ടാണല്ലോ നമ്മൾ പറഞ്ഞത് പർച്ചേസ് ഓർഡർ സെല്ലർക്ക് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ടെന്ന് പറഞ്ഞത് അതുകൊണ്ടാണ്. ഓക്കെ, ഇനി നോക്കാം. പർച്ചേസ് ഓർഡർ സെർവ്സ് to both help buyers with the budgeting and allows them a way to track the purchases. അപ്പൊ നമ്മൾ വിചാരിക്കും പർച്ചേസ് ഓർഡർ സെല്ലർക്ക് മാത്രമാണോ ഹെൽപ്ഫുൾ ആവുന്നത്? അല്ല, പർച്ചേസ് ഓർഡർ എന്ന് പറയുന്നത് ബയ്യറിനെ സഹായിക്കുന്നുണ്ട് അല്ലെ? ബയ്യറിനെ എങ്ങനെയൊക്കെ സഹായിക്കുന്നുണ്ട്? വിത്ത് ദയർ ബഡ്ജറ്റിംഗ് ആൻഡ് അലൗസ് ദം എ വേ ടു ട്രാക്ക് ദ പർച്ചേസ് അല്ലെ? എന്താണ് ബഡ്ജറ്റിങ്ങിനും അതുപോലെ ട്രാക്കിങ്ങിനും എന്ത് സഹായിക്കുന്നുണ്ട്? പർച്ചേസ് ഓർഡർ സഹായിക്കുന്നുണ്ട്. അത് ആർക്കാണ് ഏറ്റവും കൂടുതൽ ഹെൽപ്ഫുൾ ആവുന്നത്? ബയ്യർക്കല്ലേ? ബയ്യർക്കല്ലേ ഇത് ഹെൽപ്ഫുൾ ആവുന്നത്? അപ്പൊ ബഡ്ജറ്റിങ്ങിനും ട്രാക്കിങ്ങിനും, എന്തിന്റെ ട്രാക്കിംഗ്? സാധനങ്ങൾ സേവനങ്ങളൊക്കെ നമ്മൾ ബയ്യർ ഓർഡർ കൊടുത്ത് അത് കറക്റ്റ് ആയിട്ട് ട്രാക്ക് ചെയ്യാനും അതുപോലെ ബഡ്ജറ്റിങ്ങിനും എന്ത് സഹായിക്കുന്നുണ്ട്? പർച്ചേസ് ഓർഡർ സഹായിക്കുന്നുണ്ട്. In addition, this sort of documentation is essential for the audits and end of year fiscal analysis. അല്ലെ, ഇപ്പൊ നേരത്തെ നമ്മൾ പഠിച്ചതാണ്. അതിന് പുറമെ ഈ രീതിയിലുള്ള ഒരു ഡോക്യുമെന്റേഷൻ, ഇങ്ങനെ ഒരു പർച്ചേസ് ഓർഡർ എന്ന് പറഞ്ഞാല് ഈ വർഷാവസാനം വരുന്ന കണക്കുകൾക്കും കണക്കെടുപ്പിനും അതുപോലെ ഫിസിക്കൽ ഇയർ എൻഡ് ഓഫ് ഇയർ ഫിസിക്കൽ അനാലിസിസ് അല്ലെ, അതായത് വർഷാവസാനമുള്ള പരിശോധനകൾക്കും കണക്കെടുപ്പുകൾക്കും ഒക്കെ ഓഡിറ്റിങ്ങിനൊക്കെ പർച്ചേസ് ഓർഡർ വളരെയധികം ഹെൽപ്ഫുൾ ആണ് അല്ലെ? അത് ആരെയാണ് കൂടുതൽ ഹെൽപ്പ് ചെയ്യുന്നത്? ബയ്യർ അല്ലെ? ബയ്യർക്ക് അത് ഒരുപാട് ഹെൽപ്ഫുൾ ആണ് അല്ലെ? അതുപോലെ തന്നെ ഇറ്റ് ക്യാൻ ബി കമ്പയർഡ് അഗെയിൻസ്റ്റ് ആൻ ഇൻവോയ്സ് ടു എൻഷുർ ദാറ്റ് ദ കോസ്റ്റ് വേർ വാട്ട് വാസ് എക്സ്പെക്ടഡ്. അതുപോലെ തന്നെ നമുക്ക് ബില്ലുകളുമായിട്ട് അല്ലെ, ബില്ലുകൾ തമ്മിൽ താരതമ്യം ചെയ്യാനായിട്ട് സഹായിക്കും. ഇപ്പൊ നമുക്ക് ലഭിച്ച നമ്മളിപ്പോ സാധനങ്ങൾ വാങ്ങുമ്പോൾ ബില്ല് കിട്ടുമല്ലോ. അപ്പൊ ആ ബില്ലുമായിട്ട് നമ്മുടെ പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിട്ടുള്ള ആ സാധനങ്ങളും ബില്ലും തമ്മിൽ നമുക്ക് ഒത്തുനോക്കാനായിട്ട് അല്ലെ, ഒത്തുനോക്കുന്നതിന് എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന പർച്ചേസ് ഓർഡർ സഹായിക്കുന്നുണ്ട് അല്ലെ? ഇൻവോയ്സ് എന്ന് പറഞ്ഞാൽ എന്താ? ബില്ലുകൾ താരതമ്യം ചെയ്യാനായിട്ട് സഹായിക്കുന്നുണ്ട് അല്ലെ? നമ്മള് സാധനങ്ങൾ നമുക്ക് ലഭിച്ചു കഴിഞ്ഞാല് ആ വരുന്ന ബില്ലിലെ തുക പർച്ചേസ് ഓർഡറിലെ തുകയുമായിട്ട് ഒത്തുപോകുന്നുണ്ടോ എന്ന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? കമ്പയർ ചെയ്യാൻ പറ്റും. നമ്മളൊരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ ഏകദേശം ബഡ്ജറ്റും കാര്യങ്ങളും തുകയൊക്കെ നമ്മൾ ഫിക്സ് ചെയ്തിട്ടാണല്ലോ വിടുന്നത്. അതിനെ നമ്മൾക്ക് സാധനങ്ങൾ ലഭിക്കുമ്പോൾ ലഭിക്കുന്ന ബില്ലിലെ തുകയും നമ്മൾ കൊടുത്തിട്ടുള്ള പർച്ചേസ് ഓർഡറിലെ തുകയും തമ്മിൽ നമുക്ക് പരസ്പരം താരതമ്യം ചെയ്ത് നോക്കുന്നതിനും എന്ത് സഹായിക്കുന്നുണ്ട്? പർച്ചേസ് ഓർഡർ സഹായിക്കുന്നുണ്ട്. അതൊക്കെ ഏറ്റവും ഹെൽപ്ഫുൾ ആവുന്നത് ഒരു ബയ്യർക്ക് തന്നെയാണ് അല്ലെ? ഓക്കെ, അപ്പൊ അത് വേണമെങ്കിൽ നിങ്ങളൊന്ന് മനസ്സിലാക്കി പോകുക കേട്ടോ. അതായത് ഒരു പർച്ചേസ് ഓർഡർ ഒരു നമുക്കറിയാം സെല്ലറിന് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നുണ്ട്. അപ്പൊ സെല്ലറിന് മാത്രമല്ല അത് ബെനിഫിറ്റ് ആവുന്നത്, ബയ്യറിനെയും അത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങൾ അത് ബയ്യറിന് സഹായിക്കുന്നുണ്ട്? ബഡ്ജറ്റിംഗ്, ട്രാക്കിംഗ് അതിന് സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഓഡിറ്റിങ്ങിന് സഹായിക്കുന്നുണ്ട്. എൻഡ് ഓഫ് ഇയർ ഫിസിക്കൽ അനാലിസിസ് വർഷാവസാനമുള്ള കണക്കെടുപ്പുകൾക്കും പരിശോധനകൾക്കും സഹായിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഹെൽപ്സ് ടു കമ്പയർ ദ ഇൻവോയ്സ് അല്ലെ? അതെ, അതായത് ഇൻവോയ്സ് ബില്ലുകൾ തമ്മിൽ പരസ്പരം താരതമ്യം ചെയ്യാനും എന്ത് സഹായിക്കുന്നുണ്ട്? ഈ പറയുന്ന പർച്ചേസ് ഓർഡർ ഒരു ബയ്യറിനെ സഹായിക്കുന്നുണ്ട്. ഒരു എക്സാമ്പിളിലൂടെ അത് പറയുന്നുണ്ട് കേട്ടോ. നോക്കുക, കൺസിഡർ ദിസ് പർച്ചേസ് ഓർഡർ എന്ന ഒരു എക്സാമ്പിൾ എടുക്കുക. ഇപ്പൊ എ കൺസ്ട്രക്ഷൻ കമ്പനി might need to purchase various supplies such as wood, paint or bricks. The manager or അതായത് ഒരു കൺസ്ട്രക്ഷൻ കമ്പനിക്ക് അവർക്ക് പല സാധനങ്ങൾ ആവശ്യമുണ്ട് കേട്ടോ. വുഡ് മരം ആവശ്യമുണ്ട്, പെയിന്റ് ആവശ്യമുണ്ട്, മറ്റു പല ടൂൾസുകളും അവർക്ക് ആവശ്യമുണ്ട്. അപ്പൊ എന്ത് ചെയ്യണം? ഇത് വാങ്ങണം അല്ലെ? അപ്പൊ എന്ത് ചെയ്യും? ആ ഒരു കമ്പനിയുടെ കൺസ്ട്രക്ഷൻ കമ്പനിയുടെ മാനേജർ അല്ലെങ്കിൽ അവരുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് എന്ത് ചെയ്യും? പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യും. അവർക്ക് ആവശ്യമായിട്ട് ഈ പറയുന്ന സാധനങ്ങൾ ഉൾപ്പെടുത്തിയിട്ട് ഒന്നുകിൽ അവരുടെ പർച്ചേസ് മാനേജർ അല്ലെങ്കിൽ അവരുടെ ബൈയിങ് ഡിപ്പാർട്ട്മെന്റ് ഉണ്ടല്ലോ, അവരൊരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യുന്നു. അത് ആർക്ക് അയച്ചു കൊടുക്കുന്നു? സപ്ലയർക്ക് അയക്കുന്നു അല്ലെ? ഓക്കെ, and the items are requested so that both the parties can track what has been requested and what is ordered. അപ്പൊ ഇങ്ങനെ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്തുകൊണ്ട് ബയ്യർക്കാണെങ്കിലും സെല്ലർക്കാണെങ്കിലും എന്തൊക്കെ സാധനങ്ങളും സേവനങ്ങളാണ് ആവശ്യമായിട്ടുള്ളത് എന്നത് കറക്റ്റ് അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ഇതുവരെ പഠിച്ച കാര്യങ്ങൾ തന്നെയാണ് അവിടെ കൊടുത്തിരിക്കുന്നത് കേട്ടോ. പുതിയതായിട്ടൊന്നും അതിനകത്ത് പറഞ്ഞിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണോ?
ഇത്രയും ഭാഗങ്ങൾ മനസ്സിലായോ എല്ലാവർക്കും? ഓക്കെ ആണോ? ഇനി നെക്സ്റ്റ് നമുക്ക് പഠിക്കാനുള്ളത് ഫീച്ചേഴ്സ് ഓഫ് എ പർച്ചേസ് ഓർഡർ. ഒരു പർച്ചേസ് ഓർഡറിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? വാട്ട് ആർ ദി ഇമ്പോർട്ടന്റ് ഫീച്ചേഴ്സ് ഓഫ് എ പർച്ചേസ് ഓർഡർ? ഈ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ വേറൊന്നും അല്ല കേട്ടോ, പർച്ചേസ് ഓർഡറിൽ നമ്മൾ ഉൾപ്പെടുത്തുന്ന കാര്യങ്ങളില്ലേ, ഇത് തന്നെയാണല്ലോ ആ പർച്ചേസ് ഓർഡറിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. ഓക്കെ, അത് തന്നെയാണ് ഇവിടെ പറഞ്ഞിട്ട്. There are a few essential elements of a purchase order. പർച്ചേസ് ഓർഡറിൽ പല കമ്പോണൻസുകൾ, പല കണ്ടന്റുകൾ നമ്മൾ അതിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട് അല്ലെ. ഓക്കെ, ദീസ് ഇൻക്ലൂഡ് എ യുണീക്ക് ഓർഡർ നമ്പർ. ഫസ്റ്റ് നോട്ട് ചെയ്യേണ്ട ഒരു പോയിന്റ് ആണ് കേട്ടോ. പർച്ചേസ് ഓർഡർ ഇൻക്ലൂഡ് എ യുണീക്ക് ഓർഡർ നമ്പർ ഫോർ ദ ഈസി റെക്കോർഡ് കീപ്പിംഗ്. ഓക്കെ, ഏതൊരു പർച്ചേസ് ഓർഡറിന്റെ ഒന്നാമത്തെ പ്രത്യേകത ഫീച്ചർ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും. നേരത്തെ പറഞ്ഞില്ലേ, നമ്മൾ കൊടുക്കുന്ന, നമ്മൾ ചെയ്യുന്ന, നമ്മൾ ആവശ്യപ്പെടുന്ന, നമ്മൾ കൊടുക്കുന്ന ഓരോ ഓർഡറിനും തിരിച്ചറിയുന്നതിന് വേണ്ടിയിട്ട് ഒരു യുണീക്ക് ആയിട്ടുള്ള ഒരു ഐഡന്റിറ്റി നമ്പർ, ഐഡി നമ്പർ, അതിന്റെ ഒരു ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും. അത് ഈ റെക്കോർഡുകളൊക്കെ നമുക്ക് കറക്റ്റ് ആയിട്ട് കീപ്പ് ചെയ്യാൻ സഹായിക്കും. ആ ഓർഡർ നമ്പർ വെച്ചിട്ട് നമുക്ക് കറക്റ്റ് ആയിട്ട് റെക്കോർഡുകൾ കീപ്പ് ചെയ്യാൻ പറ്റും. ഓർഡർ നമ്പർ എന്ന് പറയുന്നത് ഒരു പർച്ചേസ് ഓർഡറിനെ സംബന്ധിച്ച് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് കേട്ടോ. ഓക്കെ, the numbers will grow over time as additional purchases are made by different buyers. ഒരു സപ്ലയറിൽ നിന്ന് ഒരു ബയറിലല്ലോ വാങ്ങുന്നത്, ഒരുപാട് ബയേഴ്സ് വാങ്ങുന്നുണ്ടാവുമല്ലോ. അപ്പൊ കറക്റ്റ് ആയിട്ട് ഓരോ പർച്ചേസ് ഓർഡറിന് എന്തുണ്ട്? ഒരു ഓർഡർ നമ്പർ ഉണ്ടായിരിക്കും, ഒരു യുണീക്ക് ആയിട്ടുള്ള ഐഡി നമ്പർ ഉണ്ടാവും. ആ ഐഡി നമ്പർ ഉപയോഗിച്ചിട്ട് നമുക്ക് അതിനനുസരിച്ച് റെക്കോർഡുകൾ കീപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, അത് പ്രത്യേകം നോട്ട് ചെയ്യാം, അതൊരു ഫീച്ചർ ആണ്. ബാക്കിയുള്ളത് നമ്മൾ പഠിച്ചതാണ്. ഓക്കെ, അതർ ഇമ്പോർട്ടന്റ് ആസ്പെക്ട്സ് ഓഫ് എ പർച്ചേസ് ഓർഡർ ഇൻക്ലൂഡ്. ഇനി ബാക്കി ഒരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഒന്ന്, ക്വാണ്ടിറ്റി ഓഫ് ഗുഡ്സ് ഓർ സർവീസസ് പർച്ചേസ്ഡ്. നമുക്ക് ആവശ്യമായിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും അളവ് അല്ലെ. പിന്നെന്താ? എ ഡിസ്ക്രിപ്ഷൻ ഓഫ് ദ പ്രോഡക്റ്റ് ഓഫ് ഗുഡ്സ് പർച്ചേസ്ഡ് അല്ലെ. നമുക്ക് ആവശ്യമായിട്ടുള്ള, അല്ലെങ്കിൽ നമ്മൾ ആവശ്യപ്പെട്ടിട്ടുള്ള സാധനങ്ങളുടെയും സേവനങ്ങളുടെയും ഒക്കെ കുറച്ച് വിവരണവും കാര്യങ്ങളും നിങ്ങൾക്ക് അതിനെ പറ്റിയുള്ള ഡീറ്റെയിൽസ്. എന്ത് ഐറ്റം ആണ്, എത്ര അളവ്, എന്തൊക്കെ പ്രത്യേകതയുള്ള പ്രോഡക്റ്റുകൾ മാത്രമാക്കിയാണ് അല്ലെ. അപ്പൊ ആ ഡീറ്റെയിൽസ്. പിന്നെ ബ്രാൻഡ് നെയിംസ് ഓർ മോഡൽ നമ്പർ. അതുപോലെ ബ്രാൻഡ് നെയിമുകൾ. ഓരോ ഐറ്റത്തിന് ചില ബ്രാൻഡിന്റെ ഒക്കെ ആയിരിക്കും നമ്മൾ മേടിക്കുന്നുണ്ടാവുക അല്ലെ. അപ്പൊ ബ്രാൻഡിന്റെ പേരുകൾ, അതിന്റെ മോഡൽ നമ്പർ നമ്മൾ നേരത്തെ പറഞ്ഞതാണ് അല്ലെ. ഓരോ ഐറ്റത്തിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്ന പ്രോഡക്റ്റ് നമ്പർ അഥവാ മോഡൽ നമ്പർ അഥവാ സ്റ്റോക്ക് കീപ്പിംഗ് യൂണിറ്റ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ലേ, അത് കേട്ടോ മോഡൽ നമ്പർ. പിന്നെ പ്രൈസ്, അതിന്റെ വില, ഡെലിവറി ഡേറ്റ്. ഓക്കെ, ദെൻ ലൊക്കേഷൻ, എവിടേക്കാണ് ഈ സാധനങ്ങൾ എത്തിക്കേണ്ടത്, അതിന്റെ ലൊക്കേഷൻ. നെയിം ആൻഡ് ബില്ലിംഗ് അഡ്രസ് ഓഫ് ദ ബയ്യർ. അതുപോലെ ബയ്യറിന്റെ പേര്, അവരുടെ അഡ്രസ്. നെയിം ആൻഡ് പേയ്മെന്റ് റിസീപ്റ്റ് അഡ്രസ് ഓഫ് ദ സെല്ലർ. അതുപോലെ തന്നെ സെല്ലറിന്റെ പേര്, അതുപോലെ അവരുടെ അഡ്രസ്സും കാര്യങ്ങളും. പേയ്മെന്റ് ടേംസ് ഇഫ് എനി, സച്ച് ആസ് പേ ഓൺ ഡെലിവറി ഓർ പേയ്മെന്റ് വിത്തിൻ 30 days. നേരത്തെ നമ്മളൊരു പർച്ചേസ് ഓർഡറിൽ ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞ് പഠിച്ചില്ലേ, അത് തന്നെയാണ് കേട്ടോ. ഏത് രീതിയിൽ പേയ്മെന്റ് കൊടുക്കണം എന്നുള്ളത്. ചിലത് പേയ്മെന്റ് ക്യാഷ് ഓൺ ഡെലിവറി ആവാം, ചിലത് നമ്മൾ സാധനങ്ങൾ കൈപ്പറ്റി ഒരു മാസം അല്ലെ, ഒരു 30 ദിവസത്തിനുള്ളിലൊക്കെ പേയ്മെന്റ് ചെയ്താൽ മതിയാകും. എന്താണ് കരാറിൽ പറയുന്നതെന്ന് വെച്ചാൽ ആ രീതി പേയ്മെന്റ് ടേംസ് കേട്ടോ. പിന്നെ ഡേറ്റ് ഓഫ് ഇഷ്യൂ. ഡേറ്റ് ഓഫ് ഇഷ്യൂ മീൻസ് നമ്മൾ ഓർഡർ കൊടുക്കുന്ന ഡേറ്റ് ആണ് കേട്ടോ. ഡേറ്റ് ഓഫ് ഓർഡർ ആണ്, ഡേറ്റ് ഓഫ് ഇഷ്യൂ ഓഫ് ഓർഡർ ആണ്. ഡേറ്റ് ഓഫ് ഇഷ്യൂ മീൻസ് നമ്മൾ ഓർഡർ കൊടുക്കുന്ന തീയതി. ഓക്കെ, പിന്നെ ഷിപ്പിംഗ് ഡീറ്റെയിൽസ് നേരത്തെ പറഞ്ഞില്ലേ, അതായത് നമ്മൾ സാധനങ്ങൾ അയക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങള്. പിന്നെ എനി ടേംസ് ആൻഡ് കണ്ടീഷൻസ്. അത് മാത്രമല്ല, നമ്മുടെ ആ ബിസിനസ് ഇടപാടുകളുമായിട്ട് ബന്ധപ്പെട്ട് മറ്റെന്തെങ്കിലും നിബന്ധനകളും വ്യവസ്ഥകളും ഉണ്ടെങ്കിൽ അതും കൂടെ നമ്മൾ ആ പർച്ചേസ് ഓർഡറിനകത്ത് ഉൾപ്പെടുത്തുന്നുണ്ട്. These are the important features of a purchase order. Okay. അടുത്ത എന്താണ്? An integral part of the purchase order procedure is checking the above before submitting your purchase order to be sure all the elements are contained therein. ഇനി ഒരു പർച്ചേസ് ഓർഡർ പ്രൊസീജിയറിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് പറഞ്ഞാല്, നമ്മൾ ഈ മുകളിൽ പറഞ്ഞിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഒരു പർച്ചേസ് ഓർഡർ തയ്യാറാക്കിയിട്ട് ഒരു സെല്ലർക്ക് നമ്മൾ അയക്കുന്നതിന് മുൻപായിട്ട് മുകളിൽ പറഞ്ഞ ഈ എല്ലാ കാര്യങ്ങളും അതിനകത്ത് ഉൾപ്പെടുത്തിയിട്ടുണ്ടോ എന്ന് ഉറപ്പുവരുത്തണം കേട്ടോ. ഇത് ഉറപ്പുവരുത്തിയതിനു ശേഷം മാത്രമാണ് ബയ്യർ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ആ പർച്ചേസ് ഓർഡർ സെല്ലർക്ക് അയക്കാനായിട്ട് പാടുള്ളൂ കേട്ടോ. ക്ലിയർ ആയോ നിങ്ങൾക്ക്?
മനസ്സിലായോ? ക്ലിയർ അല്ലേ? എന്താണ് എല്ലാവർക്കും അടുത്തോ? ഓറടിച്ചു തുടങ്ങിയോ? കുറെ പേരൊക്കെ ലെഫ്റ്റ് ടൈം പോകുന്നുണ്ടല്ലോ. അടുത്തത് കേട്ടോ. ഇനി നമ്മൾ പർച്ചേസ് ഓർഡർ ഒക്കെ പഠിച്ചു കഴിയുമ്പം അതിന്റെ ഒരു മോഡൽ വേണം അല്ലെ? ഓക്കെ, ഒരു മോഡൽ നിങ്ങൾക്ക് മനസ്സിലാക്കാനായിട്ട് അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. പർച്ചേസ് ഓർഡർ വെറുതെ മനസ്സിലാക്കിയാൽ മതി. ഒരു മോഡൽ അറിയാൻ വേണ്ടി അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഡേറ്റ് 20th April 2022. ഓക്കെ, ഞാനത് ഓർഡർ കൊടുക്കുന്നത് ടു ദ പർച്ചേസ് മാനേജർ. ഓക്കെ, മെട്രോണിക് മെഡിക്കൽ സപ്ലയേഴ്സ്, 3rd floor OSS ബിൽഡിംഗ് കൊച്ചി. എത്ര അയച്ചിട്ടാൽ മതി കേട്ടോ. ഒരു പർച്ചേസ് ഓർഡറിന്റെ എന്താ പറയാ മോഡലാണ് കേട്ടോ. ഓക്കെ, അതായത് നമ്മളൊരു മെട്രോണിക് എന്ന് പറയുന്ന ഒരു മെഡിക്കൽ സപ്ലൈസ്, ഓക്കെ, അവർക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ ആണ് കേട്ടോ. ഓക്കെ, അപ്പൊ അതിന്റെ ഒരു കണ്ടന്റ് ഒക്കെ ഒന്ന് കൊടുത്തിട്ടുണ്ട്. ഈ പറയുന്ന എല്ലാ കാര്യങ്ങളും അതിനകത്ത് വന്നിട്ടുണ്ട് കേട്ടോ. Dear sir, this is with reference to the series of discussions you had with you on the above subject, and subsequent to the discussion, your performa involves referred above has been evaluated by our panel of experts and have finally decided to enter into mutually acceptable agreement for the supply of the under-mentioned products on the following terms and conditions of the same. Hence, we are pleased to place our purchase order in your favor. Okay, വേറൊന്നുമല്ല, കറക്റ്റ് ആയിട്ട് ലിസ്റ്റ് അവിടെ കൊടുത്തിട്ടുണ്ട്. ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ്, എന്തൊക്കെ സാധനങ്ങൾ അവർക്ക് വേണം എന്നുള്ളത് അവര് ഡീറ്റെയിൽഡ് ആയിട്ടൊരു ടേബിൾ ആക്കി കൊടുത്തിട്ടുണ്ട്. അപ്പൊ അത് പ്രകാരം സാധനങ്ങൾ ഞങ്ങൾക്ക് വേണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് അവർ കൊടുക്കുന്ന ഒരു പർച്ചേസ് ഓർഡർ. ആ കണ്ടന്റ് ആണ് അവിടെ എഴുതിയിരിക്കുന്നത്. അവർക്ക് അറിയാൻ വേണ്ടിയിട്ടാണ്. നോക്കിയേ, ഷെഡ്യൂൾ ഓഫ് ഐറ്റംസ്, അവർ ആവശ്യപ്പെടുന്ന സാധനങ്ങളൊക്കെ കറക്റ്റ് ആയിട്ട് അവരോട് കൊടുത്തിട്ടുണ്ട് അല്ലെ. ദ നെയിം ഓഫ് കമ്മോഡിറ്റി, അവർക്ക് ആവശ്യമായിട്ടുള്ളത്, സ്പെസിഫിക്കേഷൻ, നമ്മൾ ആവശ്യപ്പെടുന്ന സാധനങ്ങൾക്ക് എന്തെങ്കിലും പ്രത്യേകമായിട്ട് ഫീച്ചറൊക്കെ വേണ്ടതായിട്ടുള്ള കമ്മോഡിറ്റീസ് ഉണ്ടാവുമല്ലോ. അപ്പൊ അതൊക്കെ പ്രത്യേകം അവരെടുത്ത് പറയും. ബ്രാൻഡുകളൊക്കെ അവർ ആവശ്യപ്പെടുമല്ലോ. അതുപോലെ റേറ്റ്, ഓക്കെ, ഒരെണ്ണത്തിന്റെ റേറ്റ്, ക്വാണ്ടിറ്റി, ആ ക്വാണ്ടിറ്റി ഉൾപ്പെടെ ടോട്ടൽ വരുന്ന എമൗണ്ട് കൂടെ അവിടെ കൊടുത്തിട്ടുണ്ട് കേട്ടോ. കേട്ടോ, ഒരെണ്ണത്തിന്റെ റേറ്റ് ആണ് 4000. അതിന്റെ 100 വേണം. അപ്പൊ അതിന്റെ ഫുൾ എമൗണ്ട് അവര് എഴുതിയിട്ടുണ്ട്. അതിന് ഓരോന്നിന്റെയും സ്റ്റെതസ്കോപ്പ്, തെർമോമീറ്റർ, ടോട്ടൽ ഗ്രോസ് എമൗണ്ട്. ടോട്ടൽ എമൗണ്ട് വന്നിരിക്കുന്നത് എത്രയാണ് നോക്കിയേ, 9,50,000 ആണ് കേട്ടോ. ഓക്കെ, അത്ര എമൗണ്ട് ആണ്. ഡിസ്കൗണ്ട് 50,000. അപ്പൊ ടോട്ടൽ എമൗണ്ട് ഡിസ്കൗണ്ട് കഴിച്ച് ടോട്ടൽ എത്രയാ, 9 lakh ആണ് കേട്ടോ. അപ്പൊ നിങ്ങൾക്ക് പെട്ടെന്ന് കാണുമ്പോൾ ഒരു സംശയം, ഡിസ്കൗണ്ട് ഒക്കെ നമ്മൾ എങ്ങനെ കൊടുക്കണേന്ന് അല്ലെ? ബയ്യർ എങ്ങനെ ഡിസ്കൗണ്ട് കൊടുക്കണേന്ന് തോന്നും. ബയ്യറാണോ ഡിസ്കൗണ്ട് കൊടുക്കേണ്ടത്, സെല്ലറല്ലേ നമുക്ക് തരേണ്ടതെന്ന് തോന്നും. നമ്മള് വെറുതെ അല്ലല്ലോ ഒരു പർച്ചേസ് ഓർഡർ ക്രിയേറ്റ് ചെയ്യണം. എത്രയോ നെഗോഷിയേഷൻസും കാര്യങ്ങളും നടത്തിയിട്ടാണ് നമ്മൾ ആ സപ്ലയറിനെ തെരഞ്ഞെടുത്ത് അവരുമായിട്ട് നമ്മൾ ബിസിനസ് ഇടപാട് നടത്തുന്നത് അല്ലെ. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടാവും, നിങ്ങൾ ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ മേടിക്കും, നമുക്ക് ഇത്ര ശതമാനം ഡിസ്കൗണ്ട് നിങ്ങൾ തരണം എന്നുള്ളത് ധാരണയിൽ എത്തിയതിനു ശേഷമായിട്ട്. അങ്ങനെയാണല്ലോ നമ്മളൊരു വെണ്ടറിനെ കണ്ടെത്തുന്നത്. ഒരു ഐഡിയൽ വെണ്ടറിനെ കണ്ടെത്തി അവരുമായിട്ട് കാര്യങ്ങളൊക്കെ തീരുമാനിച്ചിട്ടാണ് നമ്മൾ അവരുമായിട്ട് ബിസിനസ് ഇടപാടുകൾ നടത്തുന്നത് കേട്ടോ. അപ്പൊ അങ്ങനെ ഒരു സംശയം തോന്നരുത്. പെട്ടെന്ന് ഡിസ്കൗണ്ട് കാണുമ്പോൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ ഡിസ്കൗണ്ട് ഇടണമെന്ന് തോന്നും. അത് നമ്മൾ മുന്നേ പറഞ്ഞ് നെഗോഷിയേഷൻസ് നടത്തി നമ്മളൊരു ധാരണയിൽ എത്തിയിട്ടുണ്ട് ആ ഒരു സപ്ലയറുമായിട്ട്. അതിന്റെ വെളിച്ചത്തിൽ ആ ഒരു ഡിസ്കൗണ്ട് അവർ പറഞ്ഞിട്ടുണ്ടാവും. ആ ഒരു പെർസെന്റേജ് ഡിസ്കൗണ്ട് കൂടെ കഴിച്ചിട്ട് ടോട്ടൽ എമൗണ്ട് അവിടെ 9 lakh കൊടുത്തിരിക്കുന്നത് കേട്ടോ. ഓക്കെ, ഇനി ആ ഒരു പർച്ചേസ് ഓർഡറുമായിട്ട് ബന്ധപ്പെട്ട ചില ടേംസ് ആൻഡ് കണ്ടീഷൻസും കൂടെ നമ്മൾ പർച്ചേസ് ഓർഡറിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. ഓക്കെ, പർച്ചേസ് ഓർഡറിൽ അതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ചധികം ടേംസ് ആൻഡ് കണ്ടീഷൻസ് ഉണ്ട്. അത് ഓരോ പർച്ചേസ് ഓർഡറിലും വ്യത്യാസം ഉണ്ടാവും കേട്ടോ. ഒരു മോഡലില് ഇത് തന്നോന്ന് മാത്രമാണ്. ജസ്റ്റ് അതൊന്ന് വായിച്ചു നോക്കാം. ഒന്നാമത്തെ നോക്കി, അവരുടെ കണ്ടീഷൻ എന്താണ്? applicable taxes prevailing at the time of delivery and billing can be levied കേട്ടോ. അതായത് നമ്മൾ സാധനങ്ങൾ നൽകുമ്പോൾ നിലവിലുള്ള നികുതികൾ എല്ലാം തന്നെ ബാധകമായിരിക്കും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് കേട്ടോ. ഓക്കെ, applicable taxes prevailing at the time of delivery and billing can be levied കേട്ടോ. ഡെലിവറൻസ് ചാർജ് എന്നുള്ള അർത്ഥമാണ്. അതായത് സാധനങ്ങൾ അവർക്ക് എത്തിച്ചു നൽകുമ്പോൾ നിലവിലുള്ള നികുതികൾ എല്ലാം തന്നെ ബാധകമായിരിക്കും. ഒരു കണ്ടീഷൻ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. പിന്നെന്താണ്? The rate contract is applicable for a period of 1 year from the date of purchase order. അതായത് ആ ഒരു കരാറിന്റെ കാലയളവാണ് പറയുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാല് ആ ഒരു പർച്ചേസ് ഓർഡറിൽ പറഞ്ഞിരിക്കുന്ന സാധനങ്ങൾക്ക് പറഞ്ഞിരിക്കുന്ന റേറ്റ് ഉണ്ടല്ലോ,
വില അതെന്ന് പറയുമ്പോൾ ഒരു വർഷത്തേക്ക് എന്താണ് മാറ്റമില്ലാതെ തുടരും എന്നാണ് പറയുന്നത്. ഒരു വർഷമായിരിക്കും ആ പർച്ചേസ് ഓർഡറിന്റെ ആ ഒരു കാലാവധി ഒരു കൊടുത്തിട്ടുണ്ടാവുക. അപ്പൊ ആ ഒരു പർച്ചേസ് ഓർഡറിൽ ആ പറഞ്ഞിരിക്കുന്ന സാധനങ്ങളുടെ റേറ്റ് ഒരു വർഷം വരെ എന്താണ് മാറ്റമില്ലാതെ തുടരും എന്നാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. ഓരോ കമ്പനിയുടെ പർച്ചേസ് ഓർഡർ കണ്ടീഷനാണ് കേട്ടോ, ഓരോരുത്തരുടെ വ്യത്യാസം ഉണ്ടാവും. പിന്നെ മൂന്നാമത്തെ എന്താണ്, നോ ചേഞ്ച് ഇൻ റേറ്റ് or alteration in quality will be allowed under any circumstances. അതുപോലെ തന്നെ പ്രത്യേകം എടുത്ത് പറയുന്നുണ്ട്, ഒരു സാഹചര്യത്തിലും ഈ പറഞ്ഞ ഈ ഒരു പർച്ചേസ് ഓർഡറിൽ ആ ഒരു കരാറിൽ പറഞ്ഞിട്ടുള്ള റേറ്റിലോ അല്ലെങ്കിൽ സാധനങ്ങളുടെ ക്വാളിറ്റിയിലോ യാതൊരു തരത്തിലുള്ള എന്താണ് ചേഞ്ചസുകളും ഉണ്ടായിരിക്കില്ല എന്ന് പറഞ്ഞാൽ അവർ ഏത് ക്വാളിറ്റിയിൽ ആവശ്യപ്പെട്ടിട്ടുണ്ടോ, ഏത് റേറ്റിൽ സാധനങ്ങൾ ആവശ്യപ്പെട്ടിട്ടുണ്ടോ അതേ റേറ്റ് തന്നെ നിങ്ങൾക്ക് കൊടുക്കും, അതേ റേറ്റിൽ തന്നെ തരണം എന്നാണ് അവിടെ പറഞ്ഞിട്ടുള്ളത്. അപ്പൊ നോ ചേഞ്ച് ഇൻ റേറ്റ് ഓർ ആൾട്ടറേഷൻ ഇൻ ക്വാളിറ്റി വിൽ ബി അലൗഡ് അണ്ടർ എനി സർക്കംസ്റ്റൻസ് കേട്ടോ. നാലാമത്തത് ഡെലിവറി സബ്ജക്ട് ടു അവർ റിക്വയർമെന്റ് വിച്ച് വിൽ ബി ഇന്റിമേറ്റഡ് ടു യു എവരി മന്ത്. അതുപോലെ ഹോസ്പിറ്റലിന്റെ എന്താണ് ആവശ്യങ്ങൾക്കനുസരിച്ചുള്ള ഓരോ സാധനങ്ങളും എല്ലാ മാസവും എത്തിക്കണം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ പേയ്മെന്റ് വിത്തിൻ 30 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഡെലിവറി ആൻഡ് റേസിംഗ് ഓഫ് ഇൻവോയ്സ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ സാധനങ്ങൾ നമുക്ക് ഡെലിവറി ചെയ്ത് ബില്ല് സമർപ്പിച്ചു കഴിഞ്ഞാല് 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് ചെയ്തിരിക്കാം എന്നുള്ളതാണ് കേട്ടോ. ഓക്കെ, അതായത് സാധനങ്ങൾ എത്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊരു ബില്ല് തയ്യാറാക്കി കഴിഞ്ഞാൽ ഒരു ബില്ല് അയക്കുമല്ലോ, ബില്ല് അയച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നമ്മൾ പറഞ്ഞില്ലേ, പേയ്മെന്റ് ടേംസ് ഒക്കെ അതിനകത്ത് ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞില്ലേ. അപ്പൊ 30 ദിവസത്തിനുള്ളിൽ പേയ്മെന്റ് നൽകാം. പിന്നെ ഇൻവോയ്സ് ഷുഡ് ബി ഇൻ ട്രിപ്ലിക്കേറ്റ് ഇൻ അവർ നെയിം. ഇൻവോയ്സ് മീൻസ് ബില്ലാണ് കേട്ടോ. അതായത് ഒറിജിനൽ ബില്ല് ഉൾപ്പെടെ അതിന്റെ 3 കോപ്പികൾ, ഒറിജിനൽ ബില്ല് ഉൾപ്പെടെ 3 കോപ്പികൾ ഹോസ്പിറ്റലിന്റെ പേരിൽ നൽകിയിരിക്കണം. പല പർപ്പസിന് വേണ്ടിയിട്ടായിരിക്കും, പല പല സ്ഥലങ്ങളിലൊക്കെ സൂക്ഷിക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അപ്പൊ ഒറിജിനൽ ബില്ല് ഉൾപ്പെടെ 3 കേട്ടോ. ബില്ലിന്റെ 3 കോപ്പികൾ ഹോസ്പിറ്റലിന്റെ പേരിൽ നൽകിയിരിക്കണം. അതുപോലെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് ടു ബി അറ്റാച്ച്ഡ് അലോങ് വിത്ത് ദ ഡെലിവറി. സാധനങ്ങൾ ഡെലിവറി ചെയ്യുമ്പോൾ ആ സാധനങ്ങളുടെ ക്വാളിറ്റി സർട്ടിഫിക്കറ്റ്സ് കൂടെ അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. അതുപോലെ പാക്കിംഗ് ലിസ്റ്റ് ടു ബി അറ്റാച്ച്ഡ് ഇൻ ഡീറ്റെയിൽ കേട്ടോ. പാക്കിംഗ് ലിസ്റ്റ് ഡീറ്റെയിൽഡ് ആയിട്ട് അറ്റാച്ച് ചെയ്തിരിക്കണം. പാക്കിംഗ് ലിസ്റ്റ് എന്ന് പറയുന്നത് എന്തൊക്കെ സാധനങ്ങൾ ഉണ്ട് എന്ന് സമ്മറൈസ് ചെയ്യുന്ന ഒരു ലിസ്റ്റ് ആണ് പാക്കിംഗ് ലിസ്റ്റ് കേട്ടോ. അപ്പൊ അത് പഠിക്കുന്നുണ്ട് അടുത്തത്. പാക്കിംഗ് ലിസ്റ്റ് ടു ബി അറ്റാച്ച്ഡ് ഡീറ്റെയിൽ കേട്ടോ. പാക്കിംഗ് ലിസ്റ്റും അതിനോടൊപ്പം അറ്റാച്ച് ചെയ്തിരിക്കണം. പിന്നെ ഡെലിവറി വിത്തിൻ 7 days ഫ്രം ദ ഡേറ്റ് ഓഫ് ഇൻഡന്റേഷൻ. ഇൻഡന്റേഷൻ മീൻസ് റിക്വസ്റ്റ് ചെയ്യാം കേട്ടോ. അതായത് നമ്മൾ സാധനങ്ങൾക്ക് റിക്വസ്റ്റ് കൊടുത്തിട്ടേ 7 ദിവസത്തിനുള്ളിൽ ഡെലിവറി ചെയ്യണമെന്നാണ് വ്യവസ്ഥ കേട്ടോ. 7 ദിവസത്തിനുള്ളിൽ ഇൻഡന്റേഷൻ കൊടുത്തിട്ട് ഓക്കെ, നമ്മൾ സാധനങ്ങൾക്ക് ഓർഡർ കൊടുത്ത് 7 ദിവസത്തിനുള്ളിൽ എന്ത് ചെയ്യണം, ആ സാധനങ്ങള് ഡെലിവറി ചെയ്യണം എന്നാണ് പറയുന്നത് കേട്ടോ. ഓക്കെ, പിന്നെന്താണ്, ഗുഡ്സ് ഷുഡ് ബി ഇൻഷുർഡ് ആൻഡ് ഡെലിവേർഡ് അറ്റ് ആൻ എക്സ്ട്രാ കോസ്റ്റ്. സാധനങ്ങൾ ഇൻഷുർ ചെയ്തിരിക്കണം. ഓക്കെ, സാധനങ്ങൾ ഇൻഷുർ ചെയ്തിരിക്കണം. അപ്പൊ അതിന് വരുന്ന അധിക ചെലവ് വിലയോടൊപ്പം ഈടാക്കാവുന്നതാണ് കേട്ടോ. അതാണ് വ്യവസ്ഥയിൽ പറയുന്നത്. അവര് വാങ്ങുന്ന സാധനങ്ങൾക്ക് ഇൻഷുറൻസ് പരിരക്ഷ ഉണ്ടാവണം എന്നാണ് പറയുന്നത് കേട്ടോ. അപ്പൊ സാധനങ്ങൾക്ക് ഇൻഷുറൻസ് നൽകിയിരിക്കണം. അപ്പൊ അതിന് വേണ്ടി വരുന്ന എക്സ്ട്രാ കോസ്റ്റ് ഉണ്ടല്ലോ, അത് ആ സാധനങ്ങളുടെ വിലയോടൊപ്പം ഈടാക്കാവുന്നതാണ് എന്നാണ് പറയുന്നത് കേട്ടോ. ബാക്കി 2 എണ്ണം നമുക്കൊന്ന് ഡീറ്റെയിൽഡ് ആയിട്ട് പറയാനുണ്ട്, അത് അടുത്ത ക്ലാസ്സിൽ പറയാം കേട്ടോ. ഓക്കെ, സ്പീഡ് കൂടുന്നുണ്ടാവും, സ്പീഡെങ്ങാനും കൂടുന്നുണ്ടാവും, കുഴപ്പമില്ലല്ലോ, കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റുന്നില്ലേ? കുറച്ച് സ്പീഡ് കൂടിയാലും കുഴപ്പമില്ല, നിങ്ങൾക്ക് കാര്യങ്ങൾ മനസ്സിലായാൽ മതി. ഞാൻ പറഞ്ഞില്ല, എനിക്ക് കുറച്ച് ഫാസ്റ്റ് ആയിട്ട് പോണം. കാര്യം എന്താന്ന് വെച്ചാൽ അറിയാലോ, ചാപ്റ്റർ തീർക്കാനായിട്ട്. അതുകൊണ്ടാണ് ഇത് കഴിഞ്ഞിട്ട് വേറൊരു വലിയ ചാപ്റ്റർ കൂടിയുണ്ട്. കഴിഞ്ഞിട്ട് വേണം മൊഡ്യൂൾ സാനിലേക്ക് പോകാം. മറ്റുള്ളവരെല്ലാവരും മൊഡ്യൂൾ സാനിലേക്ക് കയറിയാലും ഞാൻ കയറാൻ ചാൻസ് കുറവാണ്. തീർക്കണ്ടേ? ഓക്കെ, ടഫാണ് ചെയ്ത ചാപ്റ്റർ. അതെ അതെ, ടഫ് ഉണ്ടാവും. എന്തായാലും ഡിപ്ലോമ പോലെയല്ല, പി ജിക്ക് അതിൻ്റെതായ കുറച്ചൊരു ഇതുണ്ടാവും. ഓക്കെ, കുഴപ്പമില്ല.
പക്ഷെ ഞാൻ പഠിക്കാനൊക്കെ പറ്റും, എളുപ്പമാണ് കേട്ടോ. നമുക്ക് കാര്യങ്ങൾ മനസ്സിലാക്കി പോവാന്നുള്ളതാണ്. പിന്നെ ഡെയിലി നിങ്ങൾ വായിക്കാം, മോക്ക് ടെസ്റ്റുകളൊക്കെ പ്രാക്ടീസ് ചെയ്ത് പോവുക കേട്ടോ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ക്ലാസ്